ഇന്നത്തെ എപ്പിസോഡ് അല്ല എന്താ പറയാ, ഇന്നത്തെ ടോപ്പിക് ഞാൻ തുടങ്ങാം. നമുക്ക് സാധാരണ രീതിയിൽ കേരളത്തില് പരിഷ്കാരം എന്ന ആൾക്കാർ പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ്. ഇപ്പൊ ഒരാൾ മിണ്ടി എന്നോട് ഇപ്പൊ ഞാൻ സാറിനോട് ഹലോ എന്തുകൊണ്ട് വിശേഷം ഇംഗ്ലീഷ് സാർ ഇംഗ്ലീഷ് വാക്കാണെങ്കിലും അത് സാർ ഈ സാറിന് വിളിക്കുന്നത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഇന്ന് രാവിലെ ലൈക്ക് ഒരാളെ പേര് കൊണ്ട് ആവശ്യം പറയാൻ നമുക്ക് അറിയില്ലേ, അത് ശരിയാകുന്നില്ല. അപ്പൊ ഞാൻ പറയാൻ വന്നത് നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഇംഗ്ലീഷ് എന്നാണ്. ഇംഗ്ലീഷ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇംഗ്ലീഷ് ഹൗസിലാണ് നമ്മൾ ഇപ്പൊ ഇരിക്കുന്നത് അല്ലെ. ഇംഗ്ലീഷ് ഹൗസ്. ഇവിടെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുള്ളൂ. ഇംഗ്ലീഷ് പറഞ്ഞ ഫൈൻ കിട്ടുമോ? ആണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഉണ്ടായിരുന്നല്ലോ പരിപാടി. 5 രൂപ വാങ്ങുമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ അല്ലേ? കൊലം മാറി. അപ്പോ നമ്മളിപ്പോ ഇരിക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള ഇംഗ്ലീഷ് ഹൗസിന്റെ ഓഫീസിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങളോടൊപ്പം 3 അതിഥികളാണുള്ളത്. ശരിക്കും നമ്മൾ ഇതുവരെ ആദ്യമായിട്ടാണ് നമ്മുടെ ബട്ടണില് നമ്മളോട് ചാറ്റ് ചെയ്യാനായിട്ട് 3 പേര് വന്നിരിക്കുന്നത്. അതില് ഫസ്റ്റ് വൺ അഷ്റഫ്, പിന്നെ ഷഫീൽ ആൻഡ് ഗോപിക. അപ്പൊ ഇവര് 3 പേരും ഇംഗ്ലീഷ് പുലികളാണെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. അല്ലെ? എന്താണ് അവർക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത് എന്ന് നമുക്ക് വരാം അല്ലെ? അപ്പോ ഇപ്പൊ ഞാൻ ചോദിച്ച പോലെ ആൾക്കാരുടെ സാധാരണ മനസ്സിലുള്ള ഒരു കാര്യം, ഈ തലയിൽ ആദ്യം പോകുന്ന അവൻ ഇംഗ്ലീഷ് മിണ്ടുന്നുണ്ട്, അവനൊരു പരിഷ്കാരിയാവാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ജാടപ്പാർട്ടി. ഇന്നലെ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു ഇന്നലെ ഫേസ്ബുക്കിൽ ഞാൻ ഒരു വീഡിയോ കണ്ടു. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥയോട് ഒരു സ്ത്രീ, ഒരു യങ്സ്റ്റർ ആണ്, ഒരു 25 താഴെ ഉണ്ടാവുള്ളൂ, അവർ തട്ടി കയറുന്ന ഒരു വീഡിയോ ആണേ. അതായത് ഇവര് ടെസ്റ്റിന് പോയി, ഇവര് ടെസ്റ്റ് ക്ലിയർ ചെയ്തില്ല. അപ്പൊ ഇവര് പറയാണ് ഞാൻ 3-4 തവണയായി വരുന്നു, നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിലൊക്കെ തട്ടി ഇവരോട് ഭയങ്കര അറഗന്റ് ആയിട്ട് ചൂടാവുകയാണ്. ഇംഗ്ലീഷിൽ മലയാളത്തിലാണ് തുടങ്ങിയത്. അതിനിടയ്ക്ക് ഇംഗ്ലീഷ് 2-3 വാക്ക് സെന്റൻസുകളൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ചൂടാകാണ്. അതിന് താഴെയുള്ള കമന്റുകളൊക്കെ വായിക്കണം, രസമായി കാണാനായിട്ട്. അവള് വലിയ മതാമ്മ, അവൾ ഇംഗ്ലീഷില് അവരോട് ഉണ്ടാക്കാൻ പോകുന്നു, അവര് ഓവർ സ്മാർട്ട് ആവുന്നു, മറ്റേതാവുന്നു കാണിക്കുന്നു. ഇതാണ് നമ്മൾ എപ്പോഴും ആളുകള് ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ? നമ്മുടെ ഒരു ഇഗ്നറൻസിനുള്ളത് വരുന്നതാണ്. നമുക്കത് പറയാൻ അറിയാത്തൊരു കാര്യം ആയതുകൊണ്ട് ബാക്കിയുള്ളവർ പറയുമ്പോണ്ട് ഒരു ഇൻസെക്യൂരിറ്റി കൂടെ വരുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. Is it something like a sexual frustration? അതേപോലത്തെ ഒരു സാധനമാണോ? സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ഉള്ള ആൾക്കാരാണല്ലോ സദാചാര പരിപാടിക്ക് പോകുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഞാൻ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് സെക്ഷൽ ഫ്രസ്ട്രേഷന്റെ ഇരയായിട്ടിരിക്കുന്ന. ഞാൻ പറയട്ടെ, ഓരോ കാര്യങ്ങൾ പറയുമ്പോ വാക്ക് മാറിപ്പോയാലേ അതുകൊണ്ട് അങ്ങനെ പറയരുതല്ലോ. നമ്മുടെ മറ്റേ സാഹിബിന്റെ മെസ്സേജ് രാവിലെ വന്നതേ ഉള്ളൂ, ഇമെയില്. ഞങ്ങള് കഴിഞ്ഞ ദിവസമായിട്ട് ഞങ്ങൾ ഒരാളായിട്ട് ഇച്ചിരി വഴക്കില്ല കഴിഞ്ഞ 2 വർഷമായിട്ട്. അപ്പൊ അവനെ ഞങ്ങൾ പിടിച്ചു. അമേരിക്കക്കാരനാ, മല്ലു സെറ്റിൽഡ് ഇൻ അമേരിക്ക, സിറ്റിംഗ് there and abusing some couple of YouTubers. and ഞങ്ങൾ അവനെ കണ്ടുപിടിച്ച് അവന്റെ IP ട്രേസ് ചെയ്ത് പോയി. അവനുമായിട്ട് ഇപ്പോ പറയുന്ന ഒരു ഇംഗ്ലീഷ് പരിഷ്കാരിയാന്ന് പറയാം. മംഗ്ലീഷിലെ ടൈപ്പ് ചെയ്യത്തുള്ളൂ. പക്ഷെ അവസാനം അവൻ പേടിച്ചപ്പോ അവൻ പച്ച ഇംഗ്ലീഷില് നമ്മള് ശശി തരൂർ ലൈനിലുള്ള ഇമെയിൽ ആയിരുന്നു. നമ്മളെ ശശി തരൂരിന്റെ കടുകട്ടി ഭാഷകൾ എന്ന് പറയുന്ന പോലെ അതേ ലൈനിലുള്ള. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് സംസാരിച്ച മലയാളി കളിയാക്കാത്തതായിട്ട് എനിക്ക് തോന്നുന്നു ശശി തരൂരും പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ തോന്നല്ലേ? പൃഥ്വിരാജ് ഒരു കാലം വരെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്നും കൂടെ. അത് ആക്ച്വലി നമ്മുടെ ഈ ഒരു കേരളത്തിൽ മാത്രമുള്ള ഒരു സംഭവം. സോ ഇഫ് യു ആർ ഗോയിങ് ഔട്ട് ഓഫ് കേരള യു വോണ്ട് സീ കൈൻഡ് ഓഫ് എ തിങ്. പീപ്പിൾ റെസ്പെക്ട് പീപ്പിൾ ഹു സ്പീക്ക് ഇംഗ്ലീഷ്. ഈവൻ ഇൻ കേരള വി ഹാവ് ദ സെയിം തിങ്. യു നോ, പീപ്പിൾ വെൻ ദേ ആർ സ്പീക്കിംഗ് ഗുഡ് ഇംഗ്ലീഷ്, ഓഫ് കോഴ്സ് പീപ്പിൾ അപ്രീഷിയേറ്റ് ദാറ്റ്. So as you said, like, you know, ഈ ജാഡ എന്ന് പറഞ്ഞ ഈ സംഭവമൊക്കെ എന്ന് പറഞ്ഞാൽ of course it exists, but like, you know, speaking English is a kind of a dream of every people.
right? What do you That is say? true. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ പറയാ, ഇംഗ്ലീഷ് പറയുന്നവരോട് നമുക്ക് കേരളക്കാർക്ക് കുറച്ച് അധികം ബഹുമാനം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. നോർമൽ യു നോ ഇംഗ്ലീഷ്, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എനി അതർ ലാംഗ്വേജ്. അറിയാമെങ്കിൽ നല്ലത്, അറിയില്ലെങ്കിൽ Let me tell you മോശമാണ്. one experience of mine when I went to Pune. Okay, like Pune, Emily, North India, like പോയി കഴിഞ്ഞാൽ, so Hindi is a very common language. Yeah. So like they believe like every people in India speak Hindi. like. Yes. ഞാൻ പൂനെയിൽ പോയ സമയത്ത് I don't know to speak Hindi. Like the people, when the only language I know to communicate with them is English. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് they were like looking upon me like, you know, someone who coming from outside. Like they asked me like which country I come from. ഇത് എനിക്കുണ്ടായ ഒരു അനുഭവം. Which country or which state? Which country? This is what they are. പറഞ്ഞാൽ ഞാൻ മലേഷ്യ എന്നാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ സിംഗപ്പൂരിനെന്ന് പറഞ്ഞത്. Exactly. അതാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത്. ഓക്കെ. See, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. നോർത്ത് ഇന്ത്യയിൽ പോയാൽ ബട്ട് ദേ ഡു ഹാവ് എ പെർസെപ്ഷൻ, അതായത് അവരുടെ മനസ്സിൽ ഒരു കാര്യമുണ്ട്. മലയാളികളാണെങ്കിൽ അവർ പഠിച്ചവരാണ്, അപ്പോൾ അവർക്ക് ആ ഇംഗ്ലീഷ് അറിയാമായിരിക്കും എന്ന് അവർക്കറിയാം. പക്ഷെ ദേ ഡു റെസ്പെക്ട് യു ബിക്കോസ് ദ വേ യു പ്രസന്റ് യുവർ സെൽഫ്. ഇംഗ്ലീഷ് അറിയുമായിരുന്നെങ്കിൽ വി ഹാവ് പ്രസന്റേഷൻ ടു അവർ സെൽഫ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും അവിടെ പോയാലൊക്കെ that you know when you speak English they give you respect. ഇതിനകത്ത് ഇനി വേറൊരു സ്ഥലം കൂടിയുണ്ട്. ഇഫ് യു ഗോ ടു നോർത്ത് ഈസ്റ്റ്, അവിടുത്തെ ആളുകള്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, അവിടുത്തെ ആളുകള് അവര് നമ്മളെ പോലെ അവര് ഹിന്ദി അങ്ങനെ അവർക്ക് വലിയ താല്പര്യമില്ല. They do communicate in English. English is the And the reason is അവിടെ എന്ന് പറയുന്നത് ഡിഫറെന്റ് ട്രൈബ്സ് ഉണ്ട്. അപ്പൊ ഈ ട്രൈബ്സ് ഓരോ ട്രൈബ്സിനും ഡിഫറെന്റ് ലാംഗ്വേജസ്. അപ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു കമ്മ്യൂണിക്കേറ്റ്. പിന്നെ അത് മാത്രമല്ല, പണ്ട് മുതൽ നമുക്കറിയാം, നമ്മൾ ഈ ക്രിസ്ത്യൻ മിഷണറീസ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഈ നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ പോയിട്ട് അവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാമായിരുന്നു. അപ്പോൾ ദീസ് പീപ്പിൾ ആക്ച്വലി എന്താ പറയുക, ഇവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു. കാരണം ഇവരുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാനും. we're in Nagaland. നാഗാലാൻഡ് മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, അങ്ങനെയുള്ള ആ ഒരു അഗർത്തല, ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് ഇവർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ ലാംഗ്വേജ് വന്ന് ഇവർക്ക് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ലാംഗ്വേജും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള ഒരു ചാൻസ് കിട്ടിയതോടുകൂടി ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ഈസി ആയി. അവരുടെ കൾച്ചർ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. നമ്മൾ കാണുന്ന പോലെയല്ല, അവരുടെ കൾച്ചർ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അവിടുത്തെ ആളുകളുടെ ഈവൻ ദ ഡ്രൈവിംഗ് കൾച്ചർ ഈസ് റിയലി ഗുഡ്. പിന്നെ ഡ്രസ്സിംഗ് സെൻസ്, ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു കൊറിയൻ ടച്ച് ഒക്കെയാണ് അവർക്ക്. അവർ നല്ല ഭംഗിയായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മളിവിടെ പിള്ളേരൊക്കെ കെ പോപ്പ്, കെ ഡ്രാമ ഒക്കെ കാണുമ്പോൾ oh പരിഷ്കാരി വന്നിരിക്കുന്നത്. I have seen it with my eyes, I've heard it, so I know how kids are looking a different language, are watching different language. അതൊരു വലിയൊരു കാര്യമാണ്. You should actually give them a chance to learn a different language. What do you say? സത്യമല്ലേ? എന്തായാലും എനിക്ക് ജാപ്പനീസ് ഒക്കെ അറിയാം, ഒരുപാട് ആനിമെ ഒക്കെ കണ്ടിട്ട് നല്ലോണം അറിയാം. But people are telling that also. അവർ അത് മാത്രമേ കാണത്തുള്ളൂ. ഉണ്ട്, ദേ ഹാവ് എ തിങ്കിങ് ഇൻ മൈൻഡ്. വേറെ നമ്മുടെ നാട്ടിലെ ചാനൽ ഒന്നും അവർക്ക് വേണ്ട, അവർക്ക് ഇതൊക്കെ മതി. പക്ഷെ യു ഷുഡ് സീ അവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ യു കെൻ സീ എത്രത്തോളം അവർ ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന്. അതെ അതെ. ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മളിത് സംസാരിച്ചാൽ മാത്രം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഇപ്പൊ ഋഷി അത്യാവശ്യം നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. അതിന്റെ അവനിപ്പോ 4 വയസ്സായി. 4 വയസ്സുള്ള മേ ബി ലൈക്ക് കുറച്ചുകൂടെ 4 വയസ്സുള്ള സാധാരണ സംസാരിക്കുന്ന കുട്ടികൾ സംസാരിക്കുന്നതിലും കുറച്ചുകൂടെ ഫ്ലുവൻസിയോടുകൂടി അവൻ വാക്കുകൾ ഉച്ചരിക്കാൻ ശ്രമിക്കാറുണ്ട്, മലയാളം ശ്രമിക്കാറുണ്ട്. അതിന്റെ ഒരു റീസൺ ആയിട്ട് ഞാൻ കണ്ടത് എക്സ്പോഷർ ഒന്ന്. ഫസ്റ്റ് തിങ് ഈസ് ഇവൻ എപ്പോഴും കാണുന്നത് എന്റെ വീഡിയോസ് ആണ്. ഇവൻ ടി വിയിൽ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത് അവൻ തന്നെയുള്ള എന്റെ വീഡിയോസ്. എന്റെ വീഡിയോ മാത്രം അവൻ കാണൂല, അവന്റെ എന്റെ ചാനലിലെ വീഡിയോസ് അതിങ്ങനെ കണ്ടോണ്ടിരിക്കും. പഴയ വീഡിയോസും അത് ഇതെല്ലാം കണ്ടോണ്ടിരിക്കും. പിന്നെ അനിയന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ടോണ്ടിരിക്കും. പിന്നെ സിമിലർ ചാനലിലെ വീഡിയോസ് കണ്ടോണ്ടിരിക്കും. അപ്പൊ അതിങ്ങനെ കണ്ടോണ്ടിരുന്നിട്ട് ഓരോ ഡയലോഗ്സും വരുന്നതിന് മുമ്പ് റിപ്പീറ്റഡ് ഒരു വീഡിയോ തന്നെ 10 രൂപ കാണും. ഓരോ ഡയലോഗ്സും വരുന്നതിന് മുമ്പ് അവൻ ആ ഡയലോഗ്സ് പറയും. പിന്നെ ഞങ്ങൾ അവരോട് നന്നായി സംസാരിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ സ്കൂളിൽ ചേർക്കാൻ പോയ സമയത്ത് ഇനീഷ്യലി അവർ പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ എന്ത് ലാംഗ്വേജ് ആണോ കുട്ടിയോട് സംസാരിക്കുന്നത് അത് മാത്രം സംസാരിച്ചാൽ മതി, കുട്ടി തന്നെ ഇംഗ്ലീഷ് പഠിച്ചോളൂ, നിങ്ങൾ അതിനെ പറ്റി വറീഡ് ആവുകയോ വേണ്ടെന്നാണ് പറഞ്ഞത്. കാരണം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് കുട്ടികളോട്. ഇപ്പൊ നിങ്ങൾ അവരെ കൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ പോയില്ലേ, നിങ്ങൾ എന്താ സംസാരിച്ച് ഇംഗ്ലീഷിലല്ല, അവന് മനസ്സിലായില്ലേ, അറ്റ്ലീസ്റ്റ് തിരിച്ചു പറഞ്ഞില്ലെങ്കിലും
മനസ്സിലാവുന്നില്ല സത്യമല്ലോ. സ്കൂളിൽ ഫോഴ്സ് ചെയ്യുന്നില്ല ഇംഗ്ലീഷ് സംസാരിച്ച്. ഞങ്ങൾ വീട്ടിൽ സംസാരിക്കണ്ട എന്നാ അവര് പറയുന്നേ. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് തിങ്കിങ് ആണല്ലോ വരേണ്ടത്, അല്ലേ? ഐ ഹാവ് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. അതും ഞാൻ പറയാം. ഞാൻ മലയാളത്തിൽ ഇംഗ്ലീഷ് കൺവേർട്ട് ചെയ്തല്ലോ സംസാരിക്കാൻ. ഇപ്പൊ ഈ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ അവര് പറഞ്ഞു അവർ താനെ സ്കൂളിൽ പഠിക്കുമെന്ന്. അതും ഞാൻ പറയാം നിങ്ങളോട്. സി, ലേണിംഗ് ഇംഗ്ലീഷ് ഇസ് നോട്ട് ഓൺലി ബേസ്ഡ് ഓൺ ബുക്ക്. No, definitely not. Not only book or writing. It is through talking. I don't speak if I'm a teacher, I speak with the kids only English, but they will respond back but they have to understand, no? So അവരുടെ ടീച്ചിങ് ആ മാതിരി ആയതുകൊണ്ട് ഇപ്പൊ അവനോട് ഞാൻ ഇപ്പൊ ഇംഗ്ലീഷിൽ എന്ത് പറഞ്ഞാലും he will understand that. അവന് പറയാൻ വാക്ക് മനസ്സിലായില്ലെങ്കിൽ he will make sure that he'll speak to me in Malayalam. പക്ഷെ അതിന് ഉത്തരം തരും. ഇംഗ്ലീഷ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്. ഞങ്ങൾക്ക് ഇനി വേറെ ലാംഗ്വേജ് ഉണ്ട്, കൊങ്കണി ഉണ്ട്. വി സ്പീക്ക് കൊങ്കണി അറ്റ് ഹോം ആൻഡ് വി ഹാവ് ഫാമിലി മെമ്പേഴ്സ് ഹു സ്പീക്ക് കൊങ്കണി. So when fluent in Konkani? kind of, yeah. So when someone come home and sorry. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് അവരോട് കൊങ്കണിയിൽ സംസാരിച്ച് അവരോട് തിരിച്ച് കൊങ്കണിയിൽ റിപ്ലൈ ചെയ്യും. ആരെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അവൻ തിരിച്ച് ഇംഗ്ലീഷിൽ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. തമിഴ്നാട്ടിൽ പോയപ്പോഴത്തേക്കും അവിടത്തെ ആൾക്കാർ എന്തൊക്കെ ചോദിച്ചപ്പോൾ തമിഴൊക്കെ മിണ്ടാൻ ശ്രമിക്കുന്നു. ഞാൻ എന്താ ഇത് പറയുന്നുണ്ട്. ലൈക്ക് കുട്ടികളെ ചെറുപ്പത്തിലാകുമ്പോഴത്തേക്കും ഇറ്റ്സ് വെരി ഈസി ടു ലേൺ ലാംഗ്വേജ്, അല്ലേ? ഈ 7 and 8 അവർക്ക് കോമ്പിനേഷൻ സ്കിൽ കുറച്ചും കൂടെ കൂടുതൽ പെട്ടെന്ന് ലാംഗ്വേജ് പഠിക്കുന്ന ഒരു സമയമാണ്. സോ സംതിങ് ദാറ്റ് യു സെഡ്, ലൈക്ക് ഐ വുഡ് ലൈക്ക് ടു ആഡ് ഓൺ സംതിങ് ന്യൂ. ഈ reading, writing, listening and speaking, all these are like interrelated. If you're speaking a lot in English, like definitely your communication will improve, your spoken English will improve. But if you want to become a good writer, of course you have to write English. Yeah. So all these are like interrelated. So like apart from this, what I say is like if you need to improve a lot, like you need to listen a lot if you wanted to become so most of the problem like what we are facing is നമ്മൾ മലയാളീസ് സംസാരിക്കുന്ന സമയത്ത് we have this MTI, mother tongue influence. If you're a Keralite, if you're going anywhere else and say you're speaking in English, they'll identify you that you're a Malayali. Okay. If you're a Tamilian, it happens the same. ഹിന്ദിക്കാരനാണെങ്കിൽ തന്നെ നടക്കുന്നത്. So what I would say is like it's okay. അതിപ്പോ ഒരു റഷ്യൻ ഇംഗ്ലീഷ് സംസാരിച്ച റഷ്യൻ ടച്ച് വരില്ലേ? ഒരു അറബി ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ അറബി ടച്ച് വരില്ലേ? It's okay to have like mother tongue, but your language has to be neutralized. The other person has to be understood what you are speaking. സ്റ്റുഡൻസിനോട് പറയുന്നത് ആക്സെന്റ് പിടിച്ചാൽ മതി. അതായത് ആക്സെന്റിൽ അധികം കോൺഷ്യസ് ആവണ്ടെന്നുള്ള സംഭവം പറയാറുണ്ട്. So ഇതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നിങ്ങൾ പഠിപ്പിക്കുന്നത് നോട്ട് ത്രൂ ബുക്ക് ഓർ എനിത്തിങ്, ബട്ട് യു ആർ ജസ്റ്റ് ടെല്ലിംഗ് ദം, യു ആർ സ്പീക്കിംഗ് ടു ദം ആൻഡ് ടീച്ചിങ് ദം. അങ്ങനെയല്ലേ നിങ്ങളുടെ ഇത്. സോ ദാറ്റ്സ് വൈ ഐ വാസ് ടെല്ലിംഗ്. ഇപ്പൊ ലിസണിങ് തന്നെ ഇപ്പൊ പിള്ളേര്, ഐ ഹാവ് സീൻ, എന്റെ ചേട്ടന്റെ മോള് സ്പാനിഷ് കാർട്ടൂൺസ് കാണുമായിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡോറ, അത് സ്പാനിഷില് നമുക്കറിയത്തില്ല, നീ എന്തോ കാണുന്നത് നമ്മൾ ചോദിക്കും. ഷീ ഈസ് ലേണിംഗ് ആൻഡ് ഷീ വാസ് ആക്ച്വലി സ്പീക്കിംഗ് ഫോർ ഫ്യൂ ഇയേഴ്സ്. 2 years ഒക്കെ ആയപ്പോൾ അവൾ അത് കണ്ടോണ്ടിരുന്നപ്പോൾ ആ സമയത്ത് അവള് അത് പഠിച്ച് അവള് ഫ്ലുവന്റ് ആയിരുന്നു സ്പാനിഷില്. പക്ഷെ ഇപ്പൊ അവൾ അത് കാണാത്തോണ്ട് അവൾക്ക് അത് ടച്ച് പോയെങ്കിലും ഷീ വാസ് ലേണിംഗ് ഫ്രം ദാറ്റ്. ഇപ്പൊ അതേപോലെയാണ് ഋഷിയും. എനിക്കത് തോന്നിയിട്ടുണ്ട്. അവൻ ഈ ബ്ലിപ്പി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ പറയുന്നത് കേട്ട് ഇമിറ്റേറ്റ് ചെയ്യും, പറയും. So it's okay. So that's what I was telling. You always reading, writing എന്ന് മാത്രം ഇല്ലാതെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. റീഡിംഗ് റൈറ്റിംഗ് ആക്ച്വലി നെസസറി അല്ല പഠിക്കാൻ. പറഞ്ഞില്ലേ, അത് മാത്രം മതി. ഇപ്പൊ നമ്മള് മലയാളം പഠിച്ചത് എഴുതിയിട്ട് പഠിച്ചിട്ടല്ലോ, നമ്മള് നേരെ കേട്ട് പഠിച്ചത്. അപ്പൊ സറൗണ്ട് ourselves with English. പക്ഷെ അത് കുറെ പേർക്ക് അത് മനസ്സിലാവൂല. ഈ ലോജിക് ആൾക്കാർക്ക് മനസ്സിലാവില്ല. എഴുതി കഴിഞ്ഞാൽ അതെനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഇതിനകത്ത് ഈ ആക്സന്റിന്റെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഞാൻ US ഒഴികെ ബാക്കി മിക്ക ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലും പോയിട്ടുണ്ട്. ഇപ്പൊ UK പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഈസി ആയിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു കൂടുതൽ UK ആക്സന്റ് അല്ലേ നമ്മൾ ഫോളോ ചെയ്യാം. UK ഇംഗ്ലീഷ് അല്ലേ, ആക്സന്റ് അല്ല UK ഇംഗ്ലീഷ് അല്ലേ നമ്മൾ ആക്ച്വലി ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് കൂടുതലായിട്ട്.
അപ്പൊ നമുക്ക് ഒത്തിരി സിമിലാരിറ്റി ഇപ്പൊ അതിനകത്ത് ഉള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ചിലപ്പം കളർ COLLO സെന്റർ പിന്നെ ഇപ്പൊ ലെഫ്റ്റനന്റ് എന്നുള്ളത് അമേരിക്കക്കാര് ലിയൂട്ടനന്റ് എന്ന് എന്തോ അല്ലേ പറയുന്നത്, അങ്ങനെയല്ലേ പറയുന്നത്, നമ്മള് ലെഫ്റ്റനന്റ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോ ഈ യുകെയിൽ തന്നെ ഇപ്പൊ ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ പോയി കന്നഡ പറയുന്ന പോലെ ബാംഗ്ലൂരെ കന്നഡ നമുക്ക് ധാർവാടി പോയാൽ മനസ്സിലാവൂല അവിടെ. ശരിയല്ലേ? ബാംഗ്ലൂർ ജീവിക്കുന്ന ആള് കന്നഡ പറഞ്ഞിട്ട് ധാർവാടി പോയി പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ ചെന്നൈയിലെ തമിഴ് വന്നിട്ട് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായി വരില്ല. ലൈക്ക് ഇറ്റ്സ് ഡിഫറെന്റ് നോ. അതേപോലെയാണ് ലണ്ടനിലുള്ള ആൾക്കാർ. അത് കുറെയൊക്കെ നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നിങ്ങള് കോഴിക്കോടുള്ളവര് നമ്മുടെ കാസർഗോഡ് പോയി വീണ്ടുമ്പോ ഒരു വ്യത്യാസമുണ്ട്. ഏതോ ഭാഷ. അതെ. അപ്പൊ നമ്മൾ ഈ വില്ലേജിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ഞാൻ 35 days UK ട്രാവൽ ചെയ്തു ഒരു ക്യാമ്പർവാനൊക്കെ എടുത്തിട്ട്. അപ്പൊ നമ്മൾ ഈ വില്ലേജസിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഇവര് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കാണുമ്പോ ഇവന്മാർ ഒടുക്കത്തെ ആക്സെന്റ് ഇടും. അങ്ങനെയുണ്ട് ഇവര് മനസ്സിലാവരുതെന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ ഒടുക്കത്തെ ആക്സെന്റ് ഇടും. ഇനി അയർലൻഡിൽ പോയി കഴിഞ്ഞാല് ശരിക്കും ഇവർ ഐറിഷ് ആണ് സംസാരിക്കുന്നത്. അവിടുത്തെ ഇംഗ്ലീഷ് കുറച്ചും കൂടെ വ്യത്യാസമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ഞാൻ പെട്ടത് ഓസ്ട്രേലിയ പോയ സമയത്താണ്. ഒരു രക്ഷയില്ല. ഞാൻ പോകാത്തോണ്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഓസ്ട്രേലിയ പോയപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടത്. ലൈക്ക് ഇവരെല്ലാത്തിനും ഷോർട്ട് കട്ട് വേർഡ്, അതായത് ഷോർട്ട് വേർഡ്സ് യൂസ് ചെയ്യും. ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്കിന്നേ പറയുള്ളൂ. അങ്ങനെ പല നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ആവില്ല എന്താ പറയുന്നത്. ഭയങ്കര ഷോർട്ട് വേർഡ്സിന്റെ ആൾക്കാരായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? UK ഉള്ളവർക്കും അമേരിക്ക ഉള്ളവർക്കും ആക്ച്വലി കാനഡയും ഓസ്ട്രേലിയ അവർ കുറച്ച് ഇൻഫീരിയർ ആയിട്ട് കാണുന്നതാ. പ്രോപ്പർ ഇംഗ്ലീഷ് അല്ലാന്നുള്ള രീതിയിലാണ് അവർ ആക്ച്വലി നോക്കി കാണുന്നത്. അതെ. അപ്പൊ ഇങ്ങനെ കുറച്ച് ഈ പറയാല്ലേ ഇംഗ്ലീഷിൽ തന്നെ ആ ഒരു ലാംഗ്വേജിൽ തന്നെ പല രാജ്യത്തും പല രീതിയിലാണ് സംസാരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ ഇംഗ്ലീഷ് അറിയാവുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റും. ലൈക്ക് ഫോർ ദ പീപ്പിൾ ഞാൻ ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. അത് വെച്ച് ഞാൻ 77 രാജ്യങ്ങൾ പോയി. അങ്ങനെ ലൈക്ക് ഫ്ലുവന്റ് ആവണമെന്നൊന്നും ഒരു ഇതൊന്നും നമ്മൾ ബേസിക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ യൂറോപ്യൻ രാജ്യത്തും ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരില്ലേ? സ്പാനിഷ്, ചൈന പ്രത്യേകിച്ച്. ചൈനയില് ഞാൻ പോയിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയുന്നോണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ എന്താ വിചാരിക്കണേ, ഈ ലോകത്ത് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന UK ഒരു ചെറിയ സ്ഥലം, ഇംഗ്ലണ്ട് ഇസ് വെരി സ്മോൾ. ആ ഒരു ചെറിയ സ്ഥലം അവിടത്തെ ലാംഗ്വേജ് അല്ലേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതല്ലേ ഈ ലോകം മുഴുവൻ എല്ലാവരും സംസാരിക്കുന്ന ലാംഗ്വേജ്. ഇപ്പൊ അങ്ങനെ കണക്കാക്കുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലണ്ടുകാരതോ അമേരിക്കക്കാരതോ ഒന്നും അല്ല. അല്ലേ? ആ ഒരു ലാംഗ്വേജ് അല്ലേ ഇപ്പൊ ഇത്രയും ഗ്ലോബലി വന്നൊരു സംഭവം എന്ന് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ട് വരുന്നത് എങ്ങനത്തെ കുട്ടികളാണോ വലിയ ആൾക്കാരാണോ? 20+. അത് തന്നെ ഒരു റോങ് അല്ലേ? നമ്മള് ലാംഗ്വേജ് പഠിക്കേണ്ട ചെറുപ്പത്തിലല്ലേ? അല്ലേ? എന്തുകൊണ്ട് 20 താഴെയുള്ള ആൾക്കാർ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നില്ല? അത് തീർച്ചയായും അത് ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഞാൻ 10 വരെ പഠിച്ചത് ബഹ്റൈനിലാണ്. സോ ഐ നോ ഹൗ ഇറ്റ് യൂസ് ടു ബി ഫോർ മീ. എനിക്ക് ആദ്യം ഇവിടെ വന്ന് ചേർന്നപ്പോൾ 11th എന്റെ വായിൽ എനിക്ക് ആദ്യമൊക്കെ മലയാളം വരാൻ ഭയങ്കര പാടായിരുന്നു. സത്യം പറഞ്ഞാൽ മലയാളം ഞാൻ പഠിച്ച് മിണ്ടാൻ തുടങ്ങിയത് തന്നെ ഈ ഇടയ്ക്കാ എന്ന് പറയാം. സോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അവിടെയൊക്കെ നമ്മൾ സ്കൂളിൽ പോയാലും വി ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. വി കാൺട്ട് സേ നോ ടു ഇംഗ്ലീഷ്. വേറൊരു ലാംഗ്വേജ് അവിടെ പറ്റത്തില്ല. യു സ്പീക്ക് ഇംഗ്ലീഷ് ദെൻ ഓൺലി യു ക്യാൻ. അവിടെ ഒരു രക്ഷയുണ്ട് സ്കൂളിലൊക്കെ. So and in that school in Bahrain itself, if the teachers hear a small word from other language or any other language which you speak, they used to charge you. അതുകൊണ്ടായിരുന്നു ഐ റിമെമ്പർ. അപ്പൊ ഞാൻ അത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ, അതായത് ബഹ്റൈനിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ അനുഭവിച്ചത് ഇവിടുത്തെ സ്കൂളില് ടീച്ചേഴ്സ് എല്ലാവരും മിണ്ടുന്നത് മലയാളത്തിലാണ്. ഇംഗ്ലീഷ് ടീച്ചർ വരെ മലയാളത്തിലാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇത് why it is not happening in Kerala is because of the judgment, the first thing what you say.
ലൈക് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഇന്ന് പരിഷ്കാരി. അതിപ്പോഴും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിട്ടില്ല അത് പരിഷ്കാരത്തിന്റെ പ്രശ്നമല്ല, അറിയില്ല, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അല്ലാതെ പേടി കൊണ്ടാണെന്ന് എനിക്ക് ഞാൻ അല്ല വിശ്വസിക്കുന്നില്ല. പേടിന്റെ അല്ല, പേടിയുണ്ട്. മനസ്സിലാവുന്ന എപ്പോഴാണെന്നറിയോ, 20 കഴിഞ്ഞ് ഒരു ജോബ് ഇന്റർവ്യൂ ലോകത്തിലേക്ക് അതുവരെ ഒരു ഫ്ലോ അല്ലേ, പ്ലസ് ടു ഞാൻ +1 ഇവിടെ വന്നിട്ട് what I'm hearing is I'm learning English. I'm not learning English, I'm learning Malayalam from there. നീ എന്തോ പറയുന്നേ? +2 ഹിന്ദിക്ക് 99 മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. എനിക്കിപ്പോഴും ഹിന്ദി അറിഞ്ഞോടാ. But you're not able to speak English. ഇന്ന് രാവിലെ ഒരു വീഡിയോയുടെ സ്ക്രിപ്റ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ അടിയായിരുന്നു ഇവിടെ. I would say people are very good, maybe probably good in grammar. Yeah, that's true. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ഗ്രാമർ കോൺഷ്യസ് ആണ്. അതാണ് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. സോ യു ഡോണ്ട് നീഡ് ടു നോ ഗ്രാമർ ഇൻ ഓർഡർ ടു ബി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്. വാട്ട് യു സേ സർ? Yeah, that's true. ഇപ്പോൾ നമുക്ക് വരുന്ന ആളുകളിൽ ഇപ്പോൾ ഡിഗ്രി കഴിയും, അതിനുശേഷം ഒരു 6 മാസം അക്കൗണ്ടിങ് പഠിക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കും, എന്നിട്ട് വരും എനിക്ക് 7 ദിവസം കൊണ്ട് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആണ്, എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതാണ് ഇംഗ്ലീഷിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് മോർ ഓവർ ഇത് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ക്യാപ്സൂൾ. 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട്, ഐ ആം സേയിങ് ഇറ്റ് ലൈക്ക് യു നോ സർക്കാസ്റ്റിക് വേ, 7 ദിവസം കൊണ്ട് പുസ്തകം വരെ ഇറക്കിയിട്ടുണ്ട് അവര്, ഇല്ലേ? ഇംഗ്ലീഷ് ഇതിലൂടെ കടത്തി വിടുന്ന അതെ, സത്യം, ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ തപാലിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമോ? 30 മണിക്കൂറാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. സോ വി ആർ ഡെലിവറിംഗ് ലൈക്ക് യു നോ വെരി ജെന്യൂൻ തിങ് ടു ദ പീപ്പിൾ. അല്ലെങ്കിൽ നമ്മൾ 20 വയസ്സിൽ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല, നമ്മളൊരു സബ്ജക്റ്റേ പഠിക്കുന്നുള്ളൂ. ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നേ ഇല്ല ഒരു സ്ഥലത്തും. So something you told about the Mizoram part, like in Northeast part, many students are like dropping out in 8th standard and 9th standard. ഇവരൊക്കെ തമിഴ്നാട്ടിൽ വരുന്നുണ്ട്, ചെന്നൈയിലെല്ലാം വർക്കിന് വേണ്ടിയിട്ട്. അവർ വരുന്നത് സാധാരണ ഈ ബ്ലൂ കോളർ ഷോപ്പിനാണ്. പക്ഷെ വന്നാൽ പോലും ദീസ് പീപ്പിൾ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് their presentation is so good. Their body language is Yeah, that's what I'm talking. That is their culture. See, അതാണ് അവർ അവിടെ കൊടുത്തിരിക്കുന്ന കൾച്ചർ. Even if they have a language there as their mother tongue, they are speaking English is because വരുന്നവരും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അവരെവിടെയെങ്കിലും പോയാലും അവരവിടെ കംഫർട്ടബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് അവരുടെ കൾച്ചർ അങ്ങനെയെന്നാ എനിക്ക് അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ദേ വർ വെൽക്കമിങ്. ഇപ്പൊ നമ്മള് ഓക്കെ, ഞാനിപ്പോൾ അവിടെ പോയിട്ട് ഹിന്ദിയിലും ഇന്ത്യ ദേ വോണ്ട് നോ ഹിന്ദി, ക്യാൻ യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? ഐ ഡോണ്ട് നോ ഹിന്ദി എന്നാണ് അവർ പറയുന്നത്. യെസ്, ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മിണ്ടിയാൽ they'll be very happy and they'll welcome you that way. ഈ പണ്ടൊക്കെ ഞാൻ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയാണ്, ഈ തപാലിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അല്ലേ? ഇല്ലേ? അറിയില്ല. 90s അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തപാലിലൂടെ സ്വിമ്മിങ് പഠിപ്പിക്കുമായിരുന്നു, തപാലിലൂടെ കുക്കിംഗ് പഠിപ്പിക്കുമായിരുന്നു. വെറുതെ നൈസായിട്ട് ഇതൊക്കെ ആളുകളുടെ ഇഗ്നോറൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ എങ്ങനെയാണ് ഈ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? ഇസ് ഇറ്റ് റിയലി വർക്കിംഗ്? കാരണം ഞാൻ പണ്ട് എപ്പോഴാണ് ഞാനിവിടെ വന്നത്? 2019. സോറി കേട്ടോ, ഋഷി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. അതൊക്കെ സംസാരിക്കണേ. ഓക്കെ, അല്ല കേട്ടോ, കുഴപ്പമില്ല. 2019 അല്ലേ? ബിഫോർ കോവിഡ് അല്ലേ? ഞാനിവിടെ വന്നാണ്. ഞാൻ കുറച്ചധികം നാള് ഞാൻ ഇവരുടെ ഇംഗ്ലീഷ് ഹൗസ് ഞാൻ പ്രൊമോട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് കോവിഡിന്റെ സമയത്തൊക്കെ ലൈക്ക് ഭയങ്കര ഒരു റെവല്യൂഷൻ തന്നെയായിരുന്നു ഈ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ള സംഭവം. ശരിക്കും നിങ്ങളല്ലേ ഈ ഒരു ഐഡിയയില് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഹൗസ്. അപ്പൊ അതിനുശേഷം പിന്നീട് ധാരാളം സ്ഥാപനങ്ങൾ വന്നു അല്ലെ, ഇതേപോലെ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ. ലൈക്ക് ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ. ഇപ്പോ പാരഗൺ ബിരിയാണി ഹിറ്റ് ആകുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും സിമിലർ ബിരിയാണികൾ ഇഷ്ടം പോലെ വരും, എല്ലാവർക്കും കച്ചവടം ഉണ്ടാവും അല്ലേ? അങ്ങനെയാണല്ലോ ലൈക്ക് ഒരു മാർക്കറ്റ് ഡെവലപ്പ് ആവുന്നത്. അപ്പൊ അങ്ങനെ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്ന ഒരു ബിസിനസ് വളർന്ന് പന്തലിച്ച് വലുതായി. എന്താണ് ഇപ്പൊ അതിന്റെ ഒരു അവസ്ഥ? ഹൗസ് ഇറ്റ് ഗോയിങ്? ഇപ്പോഴും ആളുകൾ അത് മനസ്സിലാക്കി. ഇതിൽ ഒരുപാട് കോപ്പി ക്യാറ്റ്സ് ഉണ്ടെങ്കിൽ കൂടെയും ആളുകൾ ക്വാളിറ്റി ഉള്ള ആളുകളെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ശരിക്കും വാട്സപ്പിലൂടെ പഠിക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഓഫ്ലൈൻ ഉണ്ട്. ഇപ്പോൾ ഓഫ്ലൈനിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിൾ, അപ്പോൾ ഒരാളോട് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നമ്മൾ ഓഫ്ലൈനിൽ എത്ര പഠിപ്പിച്ചാലും അവരത് മനസ്സിലാവും. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അവർക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യാം, where are you, have you had your breakfast? അങ്ങനെ have you had your dinner, breakfast, dinner, അങ്ങനെ 3 നേരം ഇത് ചാറ്റ് ചെയ്താൽ പിന്നെ അവർ ലൈഫിൽ അത് മറക്കുന്നില്ല.
അപ്പൊ അത് ടെക്സ്റ്റിലാണ് അത് ടെക്സ്റ്റ് ചെയ്യും, അതിനുശേഷം വോയിസ് ചെയ്യും, പിന്നെ അവരെ വിളിക്കും. നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ട്രെയിനറോട് സംസാരിക്കും. അതും അവർ ഫ്രീയുള്ള സമയത്ത് ചെയ്യുമ്പോൾ എന്തായാലും അത് അവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നുണ്ട്. പിന്നെ അത് മറക്കുന്നില്ല അവരും. അത് കാരണം എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണല്ലോ. നമ്മൾ ഒരുപാട് വേർഡ്സ് ഈ മീംസിലൂടെയും അതേപോലെ ട്രെൻഡ്സിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫോണുമായിട്ട് ഭയങ്കര ക്ലോസ് ആ. അതിലൂടെ നടക്കുന്ന മോസ്റ്റ് ആക്ടിവിറ്റീസിൽ നമുക്കത് ക്യാച്ച് ചെയ്യാൻ കുറച്ചുകൂടെ പറ്റും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വാട്സാപ്പ് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മീഡിയ ആണ്. ലൈക്ക് അതുകൊണ്ട് ഇറ്റ്സ് വെരി കൺവീനിയന്റ്, ഫ്ലെക്സിബിൾ. എവറി ടൈം വി ലുക്ക് ഇൻ ടു വാട്സാപ്പ്. ലൈക്ക് ആ സമയത്ത് വി ആർ ലേണിംഗ് സംതിങ് ന്യൂ തിങ്സ്. ലൈക്ക് അതാണ് ലിസണിംഗ് നടക്കുന്നുണ്ട്, റൈറ്റിംഗ് നടക്കുന്നുണ്ട്, സ്പീക്കിംഗ്, എല്ലാം ടാസ്ക് ആൻഡ് ദേ സെൻഡ് them back the answers. ഞങ്ങൾ ചെക്ക് ചെയ്യും, വീണ്ടും കറക്ഷൻ ഞങ്ങൾ തിരിച്ചു കൊടുക്കും. ഇത് ഏറ്റവും 24/7 ഞങ്ങൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോ വാട്സാപ്പ് മാത്രമല്ല, നമുക്ക് ലൈവ് ട്രെയിനിങ് ഉണ്ട്. പക്ഷെ ആളുകൾ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വാട്സാപ്പ്. കാരണം അവരുടെ ഫ്രീ സമയത്ത് അറ്റൻഡ് ചെയ്യാം, ആരും അറിയുന്നില്ല, അവർക്ക് എന്തും ചോദിക്കാം. ഈ 2019 എല്ലാ തരത്തിലും ഒരു സംഭവം ഇപ്പൊ ഉണ്ട്, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പോ what is happening, what will be the future of this English house? The teachers can never be replaced by you. കാരണം എന്താ പറയുക, ഞാൻ അതിന് പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. AI ഒക്കെ വന്നു പറഞ്ഞു, ബിസിനസ് ഒക്കെ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കെല്ലാം we still we're all passionate learners. AI ഇൻഫ്ലുവൻസേഴ്സ് വരെ വന്നു. Yes, more than teachers, we all say we're all learners. ഇപ്പൊ ഞങ്ങളൊക്കെ AI ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇനിയും ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ AI ഉപയോഗിച്ച് one day, second day, third day you can do it. Fourth day you will not have any kind of a motivation to do it. So for that you need a human touch. That is where we play the role. We guide, we inspire, we motivate the people, we teach them. So that is where, you know, the teachers എന്ന് പറയുന്ന ഒരു റോള് ഒരിക്കലും AI റിപ്ലേസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. ടീച്ചിങ്ങിന്റെ അപ്പുറത്തേക്ക് AI is great. ഞാൻ പറയും യു ഷുഡ് യൂസ് ദാറ്റ് ടൂൾ. പക്ഷേ അതിലൊരു പ്രോംപ്റ്റ് കൊടുക്കണമെങ്കിൽ അത് വൃത്തിക്ക് ടൈപ്പ് ചെയ്തൊക്കെ അറിയണ്ടേ. കാരണം നല്ല കീവേഡ്സ് കൊടുത്താലേ നല്ല അതിന്റെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഞാൻ ആക്ച്വലി ChatGPT എടുക്കും. പറയട്ടെ, ഇപ്പൊ എനിക്കൊരു തംബ്നെയിൽ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ പറയും, ഞാൻ ഇപ്പൊ പറയാണ്, ഇപ്പൊ ഇംഗ്ലീഷ് ഹൗസിന്റെ ആളുകളുമായിട്ട് ഇരുന്ന് സംസാരിച്ച ഒരു വീഡിയോയുടെ ഒരു തംബ്നെയിൽ എനിക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ AI-ലോട്ട് എനിക്കൊരു പ്രോംപ്റ്റ് കൊടുക്കണം. ആ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. അതായത് അതിനകത്ത് ഇംഗ്ലീഷ് ഹൗസിന്റെ ലോഗോ ഇൻക്ലൂഡ് ചെയ്യണം, പിന്നെ ഇംഗ്ലീഷ് അതിന്റെ ടോപ്പിക് ഇന്നതായിരിക്കണം, അതിന്റെ കളർ ഇന്നായിരിക്കണം, മറ്റത് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഞാൻ ChatGPT എടുത്തിട്ട് ഞാൻ പറയും, എനിക്ക് ഇംഗ്ലീഷ് ഹൗസിന്റെ തംബ്നെയിൽ ഉണ്ടാക്കണം, അതിന് ഇന്ന സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോംപ്റ്റ് റെഡിയാക്കി തരാൻ പറയും. അപ്പൊ ChatGPT ആദ്യം എനിക്ക് പ്രോംപ്റ്റ് റെഡിയാക്കി തരും. എന്നിട്ട് ആ പ്രോംപ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തംബ്നെയിൽ കിട്ടി. ഈ പ്രോംപ്റ്റ് വരെ ഫസ്റ്റ് പ്രോംപ്റ്റ് ഇറ്റ് വിൽ ബി ഇൻ ഇംഗ്ലീഷ്. അത് ചുമ്മാ ബേസിക് പറഞ്ഞാൽ മതി, ബേസിക് സാധനം പറഞ്ഞാൽ മതി. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യണം. You should be very strong in communication. അതിനൊരു ആത്മാവില്ലാന്ന് പറയില്ല. പക്ഷെ ഇപ്പൊ ആൻസർ ഉണ്ട്. അങ്ങനെ ചോദിച്ചാല് പീപ്പിൾ ആർ യൂസിങ് ChatGPT ബൈ ദ ബേസിക് ലാംഗ്വേജ്. അതായത് മലയാളത്തിലും അത് എന്ന് പറഞ്ഞാലും അവന് മനസ്സിലാവും. ആ രീതിയിലേക്ക് ടെക്നോളജി വളർന്നു വന്നോണ്ടിരിക്കുക. അതെന്തെങ്കിലും ബേസിക് ആയിക്കോട്ടെ, but they are getting no. ഞാനത് AI-ന്റെ സാധ്യതകൾ എന്ന് പറയുന്നത് ശരി, ഓക്കെ, ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. സോ ഈ AI-യുടെ സാധ്യതകൾ ഉപയോഗിച്ച് do you have any plans to expand your business? Of course we can, like AI teachers, എന്താ പറയാ, AI bots നെ ടീച്ചേഴ്സ് ആയിട്ട് ഇപ്പോ കുറേ കാണുന്നുണ്ട്. we are not against AI. We are not against AI. Of course we are, you know, like we are appreciating this. അങ്ങനെയാണ് പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പം സമരം ചെയ്ത ആൾക്കാരെ പോലെ നമ്മളിരിക്കും അല്ലേ. അത് നല്ലൊരു മെയിൽ ഡ്രാഫ്റ്റ് കാര്യങ്ങൾ അതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ റിയൽ ലൈഫ് കോൺവെർസേഷന് എന്തായാലും നമുക്ക് സംസാരിക്കണ്ടേ, ഇംഗ്ലീഷ് സംസാരിക്കണം. മെയിൽ ഡ്രാഫ്റ്റ് ഓക്കെ അല്ലേ? ഇമെയിൽ അയച്ച ഒരാൾക്ക് ഒരു കമ്പനിയിൽ പെട്ടെന്ന് ചെന്ന ഒരു പ്രസന്റേഷൻ ചെയ്യണമെങ്കിൽ സ്റ്റിൽ നീഡ് ലാംഗ്വേജ്. AI won't help you there. ഒരു ഡബ് ചെയ്ത ഭാഷ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എത്ര സ്റ്റാഫ് ഉണ്ട്? Around 160. Around 160. നമുക്ക് ഈ AI പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് ഈ സ്റ്റാഫ് ചെയ്യുന്ന അതേ കാര്യങ്ങൾക്ക് വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള ഒരു AI ബോട്ടിനെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 160 സ്റ്റാഫിന്റെ ആവശ്യമില്ല. സ്റ്റുഡൻസിന്റെ ഇമോഷൻസും കാര്യങ്ങളൊന്നും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആ കാണുന്ന 160 പേര് നിങ്ങളെ തലയിൽ അല്ല, കാര്യമായിട്ടല്ലേ, ആ ദിവസം വരും, അങ്ങനെ ഒരു ദിവസം വരും. നമ്മളൊക്കെ മനസ്സിൽ വിചാരിച്ച സംഭവമാണ് ഈ AI ഒക്കെ വരുമെന്ന്. അല്ലേ? പണ്ടൊക്കെ ഫോട്ടോഷോപ്പിൽ കുത്തി വരച്ചോണ്ടിരുന്ന സംഭവം ഇപ്പൊ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഫ്യൂ സെക്കൻഡ്സ് തീർന്നു ഇല്ലേ?
നമ്മളൊന്നും അണ്ടർസ്റ്റാൻഡ് അല്ല നമ്മൾ ഓരോ നാട്ടിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെന്താ? ഓക്കെ, നിങ്ങൾ മകൻ വന്നിട്ട് ഇപ്പോ ചോയ്സ് സ്കൂൾ പഠിക്കുന്ന Psychological. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഈ മോണ്ടിസോറിയിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡു യു വാണ്ട് എ റോബോട്ട് ടീച്ചർ ടു ടീച്ച് യുവർ കിഡ് ഓർ യു വാണ്ട് എ ടീച്ചർ ടു ടീച്ച്, എ ഹ്യൂമൻ ടീച്ചർ ടു ടീച്ച്? വിച്ച് വൺ വുഡ് യു ചൂസ്? Of course, a human teacher. ഹ്യൂമൻ ടീച്ചർ. നമുക്ക് എന്തുകൊണ്ട് ഹ്യൂമൻ ടീച്ചർ വേണമെന്ന് പറയുന്നത്? വൈ? ദ ടീച്ചർ വിൽ ബി മോർ എംപതറ്റിക്, മോർ കൺസിഡറേറ്റ്, അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ എന്ത് ആസ് എ ടീച്ചർ നമുക്ക് സ്റ്റുഡൻസിന് ഈ ഇമോഷൻസ് ഒന്നും നമുക്ക് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. സോ ഓൺലി എ ടീച്ചർ ബിക്കം എ ടീച്ചർ വെൻ ഹി നോസ് ഹിസ് കെയർ. നമ്മൾ കോൾ സെന്ററിൽ വിളിച്ചു കഴിഞ്ഞാലും അവൻ കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം 9 ഞെക്കണം. ഇല്ലേ? ഇല്ലേ? Not interested. Yes. പക്ഷെ അത് പതുക്കെ ഗ്രാജുവലി അത് മാറി വരുന്ന ഒരു ടൈം വരും. എനിക്കൊന്ന് For sure. ഇമോഷൻസിന്റെ ഒപ്പം മനസ്സിലാകുന്ന സമയം വരുമായിരിക്കും. Yes, probably. ഇതൊക്കെ we never know. Yeah, that's true. ഇപ്പൊ നമ്മുടെ ഈ AI എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മള് ജപ്പാനിൽ നിങ്ങൾ പോയപ്പോ നിങ്ങൾ കണ്ടല്ലേ എന്തോരം സാധനങ്ങളാണ് ആൾക്കാരില്ലാത്തത് ഉപയോഗിച്ച് നടക്കുന്നത്. ഐ മീൻ പ്രവർത്തിക്കുന്നത് അഡ്വാൻസ്ഡ് ആണ്. അതെ, ടെക്നോളജിനെ ഞങ്ങൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഗ്രോസറി സ്റ്റോഴ്സിലൊന്നും they don't have employees, right? എംപ്ലോയി they don't ഹോട്ടൽ have. റിസപ്ഷനില് Everything is, റോബോട്ടിക്സ് എല്ലായിടത്തും ഈ വാട്സാപ്പ് പറഞ്ഞ എന്ന് പോലെ പറയുന്നതും കൂടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ടാണ് ഞങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. When people are losing job, people will think about doing something. അപ്പോഴേ അത് വീണ്ടും തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. Yeah. When things like AI comes, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. എല്ലാം AI എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അതിന്റെ പുറകെ പോയിട്ട് ജോലി ഇല്ലാതെ വീട്ടിലിരുന്ന ബോറടിക്കുമ്പോഴായിരിക്കും ആൾക്കാർ വിചാരിക്കുക അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ, നമുക്ക് തന്നെ ചെയ്താൽ പോരായിരുന്നു. This conversation is giving me anxiety. അല്ല തന്നെ ചൂടെടുക്കുന്നുണ്ട്. ഇനി ആക്സിഡന്റ് എടുത്ത് വീണ്ടും അല്ല ലൈക്ക് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോഴത്തേക്കിനും അതിന്റെ പോസിറ്റീവ്സ് മാത്രം സംസാരിച്ചാൽ പോരല്ലോ. ലൈക്ക് നമുക്ക് നമ്മൾ അതിന്റെ വരും വരായികള് Pros and cons. നാളെ ഉണ്ടാവാൻ പോകുന്ന സംഭവങ്ങൾ പക്ഷെ എന്തൊക്കെ എന്തൊക്കെയായിരിക്കും അറിയില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പം മുതലേ നമ്മുടെ കേരളത്തിലെ പിള്ളേരൊക്കെ ഇതൊരു ഇഗ്നോർഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ഹൈസ്കൂളിലൊക്കെ വരുന്ന സമയത്ത് സയൻസ് സ്റ്റുഡൻസിന് സയൻസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പാരന്റ്സ് പറയും. ബട്ട് ദിസ് പാർട്ട് ഈസ് ഓൾവേസ് ബീങ് ഇഗ്നോർഡ്. അതുകൊണ്ട് എപ്പോഴാണ് ഇവരത് ഫേസ് ചെയ്യുന്നത് വെച്ചാൽ ആഫ്റ്റർ ഗ്രാജുവേഷൻ, വെൻ ദേ ഗോ ഫോർ ഇന്റർവ്യൂ, വെൻ ദേ ഗോ ഫോർ ഓഫീസ്, when they don't have enough communication to express themselves, they find it very difficult. If you wanted to be the topmost in position in a company, you need to be really good in a communication. Probably you're very good in technological part, but not in communication. Do you think that you will be able to flourish in our life? Definitely not. അപ്പം അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ്. If you wanted to be someone in your life, if you want to be someone great in your life, focus on English. ഞാൻ പഠിച്ചത് ഒരു സാധാരണ എയ്ഡഡ് സ്കൂളിലാണ്. ഇംഗ്ലീഷ് മീഡിയം അങ്ങനെയാണല്ലോ. So you got a good exposure in childhood. You got a very good exposure to the language in childhood. അങ്ങനെ ആണോ ഞാൻ കരുതിയിരുന്നത് +2 കഴിഞ്ഞ വരെ. പറയാമെന്ന് എനിക്ക് തോന്നിയത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ പിള്ളേരും മലയാളം മീഡിയത്തിലെ പിള്ളേരും അങ്ങനെയാണല്ലോ പറയുന്നത് സ്കൂളിലൊക്കെ. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം, CBSE കിഡോ സ്റ്റേറ്റ് കിഡ് എന്ന് പറയുന്ന പോലെ അല്ലേ. സ്കൂളിൽ തന്നെ 2 സെക്ഷൻ ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം. ആ ഒരു റേസിസം തമിഴ്നാട്ടിലുണ്ട്. എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉള്ള സംഭവമാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് ബാംഗ്ലൂർ എഞ്ചിനീയറിങ്ങിന് പോയി. ഞാനും അച്ഛനും കൂടെ അവിടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന് പോവാം. അവിടെ ഓഡിറ്റോറിയത്തിൽ ഗംഭീര പരിപാടി, കോളേജിലെ സാറന്മാരൊക്കെ അവിടെ വന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പറയുന്നതെല്ലാം നല്ല അക്ഷരസ്ഫുടതയോടെ അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇടയ്ക്ക് ഒരാള് എന്നെ വിളിച്ചിട്ട് എന്തോ ചോദിച്ചു. ഞാൻ എണീറ്റ് നിന്നിട്ട് അയാൾ ചോദിച്ചു, എനിക്ക് തിരിച്ചൊരു കാര്യം പറയാൻ പറ്റിയില്ല. എനിക്ക് തിരിച്ച സംഭവം എനിക്ക് എക്സ്പ്രസ് ചെയ്ത് പറയാൻ പറ്റിയില്ല. ബബ്ബ. ഒന്നാമത്തെ കാര്യം പബ്ലിക്കായിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചത്. രണ്ടാമത്തെ കാര്യം അയാൾ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി. എന്റെ മനസ്സിൽ മലയാളത്തിൽ ആൻസർ തരുന്നുണ്ട്, എനിക്കത് ഇംഗ്ലീഷിലേക്ക് പറയാൻ പറ്റുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ് ഒരുമാതിരിപ്പെട്ട ആൾക്കാർ. പക്ഷെ ഈ പറഞ്ഞ പോലെ എത്ര സ്കൂളുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് കുറച്ച് ബെറ്റർ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ. നമ്മൾ എഴുതാൻ നന്നായിട്ട് അറിയാം, ഗ്രാമാറ്റിക്കൽ ഗ്രാമറാണ് ടീച്ചറൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഗ്രാമറാണ്. നമ്മള് നമ്മൾ മലയാളം സംസാരിക്കുന്നത് നമ്മുടെ പരീക്ഷ അതല്ലേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ട്രെയിനിങ് ഇംഗ്ലീഷ് ഫസ്റ്റ് ഇംഗ്ലീഷ് സെക്കൻഡ് എല്ലാം ചെക്ക് ചെയ്യുന്നത് എന്താ?
ഗ്രാമർ ഇതല്ലേ ഉള്ളൂ. ഏതെങ്കിലും പരീക്ഷ ഉണ്ടോ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ സ്കൂളിൽ? പറ. The good part is like let me tell you, കേരളത്തിൽ എല്ലാവർക്കും അത്യാവശ്യം ഇംഗ്ലീഷ് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം. ഇത്രയും ഒരു അഡ്വാൻറ്റേജ് പക്ഷെ നിങ്ങൾ വേറെ ഏത് സ്റ്റേറ്റിൽ പോയി അതാ ഞാനിപ്പോ പറഞ്ഞു വന്നത്. എന്നാലും നമ്മൾ we are far better. സ്കൂളിലൊക്കെ ഇംഗ്ലീഷിന് 100-ല് 98 മാർക്ക് വരെ കിട്ടിയ ആൾക്കാരുണ്ടാവും, പക്ഷെ അയാൾക്ക് മിണ്ടാൻ പറ്റത്തില്ല. അല്ല, ഞാൻ പറഞ്ഞ ഹിന്ദിക്ക് എനിക്ക് 99 മാർക്ക് ഉണ്ടായിരുന്നു എന്ന്. അത് exceptional case. നല്ലൊരു എക്സാമ്പിൾ ഞാനാ. അപ്പൊ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു, പക്ഷെ മലയാളത്തിൽ എനിക്ക് 80 മാർക്ക് ഉണ്ടായിരുന്നു അറിയില്ല. കേട്ടോ. മലയാളം ആ നന്നായിട്ട് ഡിഫറൻസ് ഇല്ലേ? കാരണം എന്നെ എച്ച് എടുക്കാനും എട്ട് എടുക്കാനും എല്ലാം എടുക്കാനും ഒക്കെ പഠിപ്പിച്ചുള്ളൂ. ആ ടെസ്റ്റ് ഞാൻ പാസ്സായി, പക്ഷെ എനിക്ക് റോട്ടിൽ ഓടിക്കാൻ അറിയില്ല. ലൈസൻസ് ഉണ്ട്. ശരിക്കും സ്കൂളിലൊക്കെ ഈ ലാബ് എക്സാം കഴിഞ്ഞിട്ട് വൈവ നടത്തുന്ന പോലെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്കും അല്ലെങ്കിൽ ലാംഗ്വേജിനും വൈവ പോലെ സ്പോക്കൺ ഇംഗ്ലീഷ് നടത്തണം അല്ലേ? ഒരു ടീച്ചർ വന്നിരുന്ന് ഇംഗ്ലീഷ് സംസാരിക്കണം. ഞാൻ ഷാർജയിലായപ്പോ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ റിപ്പോർട്ട് കാർഡിൽ ക്ലിയർലി സെക്ഷൻസ് ഉണ്ടാവുമായിരുന്നു. സ്പീക്കിംഗ്, ക്ലെൻലിനെസ്, എല്ലാത്തിനും കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം. വെരി ട്രൂ. അതെ, ഇവിടെ അതൊന്നും ഇല്ല. ഇവിടെ എഴുതി ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാൽ മാർക്ക് കിട്ടും, ക്വസ്റ്റ്യൻ തിരിച്ച് ഇങ്ങോട്ട് എഴുതിയാൽ അതിന് മാർക്ക് കിട്ടും. 100-100 കിട്ടൂലേ? ഉറപ്പല്ലേ? എന്തൊക്കെ പരിപാടികളല്ലേ. ശരിക്കും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറി വരണം. Obviously, we are living in 21st century and still we are staying with the same kind of education system. So അതുകൊണ്ടാണ് പക്ഷെ ബാക്കിയെല്ലാം മാറുന്നുണ്ട്, ഈ ലാംഗ്വേജിന്റെ ഇത് മാത്രം മാറുന്നുണ്ട്. ഇപ്പൊ ഞാൻ എല്ലാവരോടും ഫോട്ടോ സിന്തസിസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും അതിന്റെ ഡെഫിനേഷൻ പറയായിരിക്കില്ലേ? വി ഹവ് ലേൺഡ് ഇറ്റ്, വി നോ ദാറ്റ്. പക്ഷെ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ അറിയില്ല, ഒരു സെൽഫ് ഇൻട്രോ കൊടുക്കാൻ, ശരിക്കും ലോകത്തിൽ സർവൈവ് ചെയ്യാനുള്ള ഒരു സാധനം സ്കൂളിൽ പഠിപ്പിക്കില്ല. നമ്മൾ വി ജസ്റ്റ് ചഗ് എ ലോട്ട് ഓഫ് തിങ്സ്. സംഭവിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ നമ്മളെല്ലാം we are born with many inbuilt skills. ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതെല്ലാം അടിച്ചമർത്തുക. What do you say about that? We are being putting in, we are pressurized this kid to learn and get 50-50. 10th ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ he is a bright student. Is he able to flourish later in his life? No. നമ്മള് സാധാരണ ശരിയാട്ടോ. ഞാനിപ്പം എന്റെ മനസ്സിൽ ഇപ്പൊ ഉള്ള കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എന്റെ മോൻ വളർന്നു വലുതായിട്ട് ഐ ഡോണ്ട് വാണ്ട് ഹിം ടു എന്താ പറയാ ബി എ കിഡ് ഫോർ ഐ ഡോണ്ട് വാണ്ട് ഹിം ടു ഗ്രോ ആസ് എ കിഡ് ഗ്രോയിങ് ഫോർ എയിമിങ് സം കോമ്പറ്റേറ്റീവ് എക്സാംസ് അങ്ങനെ ഒരു എക്സാമിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരേണ്ട അല്ലെ വെള്ളമൊഴിച്ച് വളർത്തിക്കൊണ്ടുവരേണ്ട ഒരാളായിട്ട് ഞാൻ കരുതുന്നില്ല. ഇൻ യുവർ കേസ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ചേട്ടൻ എഞ്ചിനീയർ ഒക്കെ വെറുതെ പഠിച്ചു, എന്തിന്? എഞ്ചിനീയറിംഗ് എടുക്കുന്നവര് പുതിയൊരു പാഷൻ കണ്ടുപിടിക്കുന്ന പൊതുവെ പറയാം. ഇപ്പോഴും ബാങ്കിൽ പോയി ആ എഞ്ചിനീയർ പഠിച്ച ആളിന് ബാങ്കിലിരുന്ന് ജോലി, എന്താ ബാങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് എന്തുവാന്നറിയോ? അല്ല, പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ +2-ന് നീ എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ സയൻസ് എടുക്കണില്ല, കൊമേഴ്സ് എടുക്കണം. ഹ്യൂമാനിറ്റീസ് എടുത്താൽ കുറച്ച് കാണും. ഞാൻ പഠിച്ച സമയത്ത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ അഡ്മിഷൻ എടുക്കുന്നത് 10th ക്ലാസ്സിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടികളാണ്. സയൻസ്, ബയോളജി, കൊമേഴ്സ്, സയൻസ്, കമ്പ്യൂട്ടർ, മറ്റേ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എല്ലാം കഴിഞ്ഞ് അവസാനം ഒന്നും കിട്ടാതെ +2 കയറണം എന്നുള്ള ആൾക്കാരായിരുന്നു പണ്ട് ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എടുത്തോണ്ടിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, പുള്ളി 10th കഴിഞ്ഞപ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് 12th അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹി ഗേവ് ഹ്യൂമാനിറ്റീസ് ഓർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതിലേതോ ഒരു ഇത് കൊടുത്തു. 10th ടോപ്പായിരുന്നു, സ്കൂൾ ലീഡർ ആയിരുന്നു, ഭയങ്കര ഒരു ബ്രില്യൻറ്റ് ഒരു കുട്ടിയായിരുന്നു. ഒരു കണ്ണ് കാണില്ല, ഒരു കണ്ണിന് ചെറിയൊരു ചെറുപ്പത്തിലുണ്ടായ ഒരു ഡാമേജ് 6 വർഷം ഉണ്ടായിരുന്നു. വെരി ബ്രില്യൻ്റ് ആയി. അപ്പോൾ അലോട്ട്മെന്റ് വന്ന സമയത്ത് ടീച്ചർമാർ എന്ത് ചെയ്യുന്ന അറിയോ, നീ എന്തിനാണോ ഹ്യൂമാനിറ്റീസും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ഒക്കെ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് ഇവനെ പിടിച്ച് സയൻസിലിട്ടു. എന്നിട്ട് ദ ഗൈസ് സിവിൽ സർവീസ്, സിവിൽ സർവീസ് പാസ്സായി. ഇപ്പോൾ IRS, ഐ തിങ്ക് ഇന്ത്യൻ റെയിൽവേ സർവീസ് അല്ലേ, റെയിൽവേ സർവീസിൽ ഇപ്പോൾ ലൈക്ക് ഈസ് എ സിവിൽ സർവീസ് സെർവന്റ്. അതായത് പുള്ളി അത് കഴിഞ്ഞ് കുറച്ചാള് ബാങ്കിൽ വർക്ക് ചെയ്തു. ആ സമയത്ത് എനിക്കൊന്ന് പുള്ളിയാണ് ആദ്യമായിട്ട് മലയാളത്തിൽ സിവിൽ സർവീസ് എഴുതിയെടുത്തതെന്ന് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോ അവൻ ആ സമയത്ത് അവന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, അവന്റെ ആ ഒരു ഇഷ്ടപ്രകാരമായിരിക്കണം ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണെന്ന് തോന്നുന്നു കൊടുത്തു, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഒരു സെലക്ട് ചെയ്തത്. അപ്പോൾ അവിടെ
നമ്മളുടെ സിസ്റ്റം ഇങ്ങനെയാണ്, മാർക്കുള്ളവൻ ഇത് എടുത്താൽ മതി എന്നുള്ള ഇതില് ടീച്ചേഴ്സ് അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അവർ നല്ല ഉദ്ദേശത്തോടെ ചെയ്തായിരിക്കാം, മനസ്സിലായില്ല, അവരെപ്പോഴും നമ്മുടെ നല്ലതിന് വേണ്ടിയാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയായിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ആളുകളുടെ ഒരു കാഴ്ചപ്പാട് തന്നെ കോമൺ മിസ്കൺസെപ്ഷൻ. മൊത്തത്തിലൊരു ഞാനിങ്ങനെ മാറേണ്ട ഒരു എന്നെ കാര്യമാണ്. സയൻസിന് കൊണ്ടുപോയി ചേർത്ത് എനിക്ക് മാർക്ക് ഉള്ളതുകൊണ്ട് ഒരു ലീഡിങ് എൻട്രൻസ് എക്സാമിന്റെ അവിടെയൊക്കെ കൊണ്ടുപോയി ചേർത്തു. 40,000 രൂപ ഒരു കുറച്ച് മുന്നേ, ഒരു 5-6 കൊല്ലം മുന്നേ ചേർത്തു. പക്ഷെ എവറി സിംഗിൾ ഡേ എനിക്ക് മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ പൈലറ്റ് ട്രെയിനിങ്. അതായത് 18 വയസ്സാവണം ഇവിടെ വണ്ടിക്ക് ലൈസൻസ് എടുക്കണം, അതിന്റെ മുമ്പ് ഫ്ലൈറ്റ് ഓടിക്കാം. It's very expensive. എന്തായാലും യു ക്യാൻ ഗോ. Yeah, we can go. 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതി. പക്ഷെ എന്നോടൊക്കെ പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ സയൻസ് എടുക്കാൻ നിനക്ക് എന്തിലേക്കും പോവാം, ഹ്യൂമാനിറ്റീസ് എടുത്താൽ പിന്നെ വേറെ ഒന്നിലേക്കും പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ്. കാരണം ഇതെടുത്താൽ പിന്നെ വേറെ ഒന്നും ആവില്ല എന്നുള്ള പോലെ, വേറെ ഒന്നിനും സ്കോപ്പ് ഇല്ല. വേണമെങ്കിൽ that is the first misconceptions each and every parent who is in India has to first understand. നമ്മള് ഇപ്പൊ ഋഷിക്ക് ഞാൻ അടിച്ചമർത്തരുത്. What he wants it is വളർന്നു വരാനായിട്ട്. അതെ, ഇനിയിപ്പോ നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ച് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ ഈ പറഞ്ഞ പോലെ മദർ ടങ് ഇൻഫ്ലുവൻസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആക്സെന്റ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ പ്യുവർലി ഒരു മദർ ടങ് ഇൻഫ്ലുവൻസ് വരാത്ത രീതിയിലുള്ള ഒരു ആക്സെന്റ് ഫോളോ ചെയ്യണം. അങ്ങനെ കുറച്ച് ആക്ഷനിലൊക്കെ കുറച്ച് സ്റ്റൈലായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങിയ അടുത്ത ഡയലോഗാ, അവന്റെ സ്റ്റൈല് കണ്ടില്ലേ അവൻ കാണിക്കുന്നത്, അവർക്ക് മര്യാദയ്ക്ക് സംസാരിച്ചു വിടണം. നമുക്ക് കിട്ടുന്നത് ഒരു സെറ്റ് ഓഫ് ക്ലാസ്സിലെ ആളുകൾക്ക് വേണ്ടി മാത്രം. Not everybody. Okay. Not everybody is judgmental. Okay. So ഈ ആളെ മലയാളീസ് ഒക്കെ just when they step out of Kerala. ഞാൻ പറയുന്നത് എല്ലാരും അങ്ങനെയാണെന്നല്ല കേട്ടോ, നമ്മൾ കാണുന്ന സംഭവം. സെലിബ്രിറ്റീസിനെ കണ്ടിട്ടില്ലേ, അവര് കേരളത്തിൽ ഒരു പ്രത്യേക ഭാഷയിൽ സംസാരിക്കുക, പക്ഷെ ഒരു ഓസ്കർ വാങ്ങാൻ അവർ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ സ്വിച്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അതെന്തിനാ സ്വിച്ച് ചെയ്യുന്നത്? ആ ആക്ഷൻ നമുക്ക് വേണ്ട. അത് ചെറുപ്പം മുതൽ ഇപ്പൊ രക്ഷിക്കുന്ന ഐ വുഡന്റ് സേ ഫേക്ക്. ഇപ്പൊ നമുക്ക് ആക്ഷൻ സ്വിച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കി പറയാം. പക്ഷേ നമ്മൾ സ്പീഡിൽ കുറച്ച് അധികം നേരം സംസാരിച്ചപ്പോൾ നമ്മൾ നോർമൽ ആക്സന്റ് കയറി വരും. അങ്ങനെ വരരുത്. ഇഫ് യു ക്യാൻ ഫോളോ സംതിങ് യു ഷുഡ് ഫോളോ ഇറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ഫേക്ക് ചെയ്യുന്നത് ആക്ച്വലി ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് കൂൾ. ഞാൻ കുറച്ച് പേരെ കണ്ടിട്ടുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് പേരുണ്ട്. അതായത് കേരളത്തിൽ നിന്ന് പോയിട്ട് ഇപ്പം പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും പഠിക്കാൻ പോയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് വീഡിയോസ് ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട് ഞാൻ വലിയൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനം, എസ്പെഷ്യലി ഇംഗ്ലീഷ്, അതൊരാളുടെ ഇന്റലിജൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നല്ലൊരു ടാലന്റ്. ഇംഗ്ലീഷ് സംസാരിച്ച ഇന്റലിജൻസ് മെഷർ ചെയ്യാൻ പറ്റുമോ? There is a difference. ഒരു uneducated, ഇപ്പൊ നിങ്ങൾ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ even the auto drivers speak English, but at the same time if someone is well educated, if he speaks English, definitely it's going to be more sophisticated. So when the words he's using, the kind of the sentence structures he's using, definitely you can judge a person, like, you know, how much stuff he has in his mind. Yeah, that's true. So You don't agree. എനിക്ക് അഗ്രി ചെയ്യാൻ പറ്റില്ല. I do. പുള്ളിക്കാരൻ പറഞ്ഞ ശരിയാണ്. ശശി തരൂർ sir, That's one of the biggest examples. Okay. he uses words which I have never heard. പക്ഷേ It's not necessary, but it's not necessary. അക്കാഡമിഷ്യൻ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു മനുഷ്യനാണ്. നമുക്ക് ഡെയിലി ലൈഫിൽ ഒരാൾ സംസാരിക്കാൻ ആവശ്യമില്ല. പക്ഷെ അതാണ് ഐ ഡു അഗ്രി. പക്ഷെ സംസാരിക്കുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ടോ? പുള്ളി എഴുതുമ്പോഴല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നത് അങ്ങനെ? സ്പീച്ചസ് ഒക്കെ സ്പീച്ചസിലും ആൾക്കാരോട് എന്താണെന്ന് എനിക്ക് തോന്നുന്നത്, ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞ സമയത്ത് ഇറ്റ് ഓപ്പൺസ് ആർ ഡോർസ് ടു എ ലോട്ട് ഓഫ് തിങ്സ്. ഒരുപാട് ബുക്കുകള്, ഒരുപാട് മൂവീസ് കാണാം. നമുക്കിപ്പോ ടർക്കി സാധനമൊന്നും പഠിക്കാൻ പറ്റില്ല. സബ് ടൈറ്റിൽസ് വെച്ച് കാണുമ്പോൾ ഏറ്റവും നല്ല സബ് ടൈറ്റിൽസ് ഓൾവേസ് ഇംഗ്ലീഷ്. അപ്പൊ നമുക്ക് ഒരുപാട് വേൾഡ് ലിറ്ററേച്ചറിലേക്ക് എല്ലാത്തിലേക്കും ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇസ് ഇംഗ്ലീഷ്. അപ്പൊ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ആവറേജിനെക്കാട്ടും കുറച്ച് മേലെ നിൽക്കും. ഒരു നമുക്ക് ലാംഗ്വേജ് അറിയുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത ചില വേർഡ്സുകൾ നമ്മൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ് ഇംഗ്ലീഷിൽ പറയാൻ, അല്ലേ? പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ കംഫർട്ടബിൾ ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. അത് എനിക്ക് വരുന്നതാ. Especially when you want to say something about your private parts, it's like,
മറ്റൊരു ലോക്കലാണെന്നുള്ള ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് പോലെ തോന്നുന്നു. അതെനിക്ക് തോന്നാറുണ്ട്. എനിക്ക് മലയാളത്തിൽ പറഞ്ഞു വരുമ്പോൾ മലയാളത്തിൽ അത് വേറെ എന്തെങ്കിലും ആയിപ്പോയാലോ എന്ന് എനിക്ക് പേടിയുണ്ട്. ബിക്കോസ് ഐ എം എ പേഴ്സൺ ഹു ഡസന്റ് നോ മലയാളം ദാറ്റ് മച്ച്. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇവിടെ സ്പെഷ്യലി ഇപ്പോഴും എന്നെ കളിയാക്കും, എന്തുവാ അത് ലൈക്ക് ഇംഗ്ലീഷ് കൺവേർഷൻ വരുമ്പോഴാണ് സംഭവിക്കുന്നത്. ഗിവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മള്, അല്ല ഗിവ് ഇറ്റ് ഗിവ് ഗിവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക, നൽകുക. രണ്ടും അർത്ഥം വരുന്നില്ല. ആ ഒരു പ്രശ്നം എപ്പോഴും പക്ഷെ ലെഫ്റ്റ് റൈറ്റ് പറയാൻ അത് മാറിപ്പോകുന്നതല്ല. എന്നോട് ശ്വേത ലെഫ്റ്റ് പറഞ്ഞാൽ റൈറ്റ് എടുക്കുള്ളൂ, കാരണം അത് അങ്ങനെയാണ്. അത് വേറെ ടെലിങ് യു ലൈക്ക് ഇപ്പൊ മലയാളത്തില് ഇപ്പൊ അതേപോലെ തന്നെ എനിക്ക് അറിയാത്ത വാക്കുകൾ മനസ്സിലുണ്ടാവും, അത് ഇവിടെ ഉണ്ടാവും, പക്ഷെ അത് വായിൽ വരത്തില്ല. സോ അത് പറയാൻ പോകുമ്പോ യൂസ് ഇന്ന സാധനമാണ് എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ വീണ്ടും ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. ഇല്ലേ? എനിക്ക് ഇമോഷണൽ ആവുമ്പോ ഐ യൂസ് ഇംഗ്ലീഷ് ആണ് വരുന്നത്. പക്ഷെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എല്ലാവരും ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞാൽ അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. ഞാൻ ഇപ്പോ ഇന്റലിജൻസ് ലെവൽ നമുക്ക് അളക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാം, നിങ്ങളൊരു സാധാരണ മലയാളം സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ forget about English part. നിങ്ങൾ മലയാളം സംസാരിക്കുമ്പോൾ തന്നെ ഇഫ് യു നോ ദ കൈൻഡ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ പറയുന്ന രീതിക്ക് വെച്ചിട്ട് എനിക്ക് പറഞ്ഞൂടെ വെദർ ഹൗ ഇന്റലിജന്റ് യു ആർ. അതേപോലെ തന്നെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ലാംഗ്വേജ്, ഇറ്റ് ഈസ് എ നോളജ് ഫോർ മെനി പീപ്പിൾ. നമ്മൾ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഇമെൻസ് ആണ്. I can tell you, his status, social status, about the friends he is getting, and also his kind of a job that he is going to get. 10th class fail ആണെങ്കിൽ പോലും, if you have a very good in English, I'll tell you that you can get a very good job. No, that's true. So English language അറിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് തന്നാൽ മാത്രം പോരല്ല, you need to have a good communication skill as well. ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരുന്നില്ലല്ലോ. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരില്ലല്ലോ. ഇംഗ്ലീഷ് അറിയുന്നതും സംസാരിക്കാൻ അറിയുന്നതും വെരി ഡിഫറെന്റ്. എനിക്ക് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും നിങ്ങളെ അട്രാക്ട് ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റണം. അല്ലാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ശശി തരൂരിനെ പോലെ കണ്ടുകെട്ടി ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ച് ചിലപ്പോൾ നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മാറ്റം വരില്ലേ. നിങ്ങൾ ഈ വാട്സപ്പിലൂടെ ഒക്കെ പഠിപ്പിക്കുന്നതിനും ഈ ആക്സന്റും കാര്യങ്ങളൊക്കെ ഒരാൾക്ക് പഠിക്കാൻ പറ്റുമോ? എക്സ്പോഷർ ആണ് കൊടുക്കുന്നത്, നമ്മളൊരു കീ ആണ് കൊടുക്കുന്നത്. വി ആർ ഗിവിംഗ് എ കീ ടു ഓപ്പൺ എ ഡോർ. ഈ പിള്ളേർ വന്നിട്ട് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യും. നമുക്ക് ആ കീ ആണല്ലോ ആവശ്യം. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു എക്സ്പോഷർ ആണ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ എവറി ഡേ വി ആർ മേക്കിംഗ് ദം ടു കൺസിസ്റ്റന്റ് ആയിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് കോളിംഗ് ആക്ടിവിറ്റി ഉണ്ട്. അതിനായിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അവരെ കൊണ്ട് ഞങ്ങൾ ഡെയിലി വോളണ്ടറിലി ഞങ്ങൾ അങ്ങോട്ട് കോൾ ചെയ്തിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിച്ച് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ ബൈ 2 months we'll starting speak English. As a trainers, ഞങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഓൾമോസ്റ്റ് ലൈക്ക് 10 years ആണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, can you say like what kind of they can better say fluency. Fluency. 2 മാസം കൊണ്ട് ഫ്ലുവന്റ് ആവാൻ പറ്റും. 2 ദിവസം കൊണ്ട് ഫ്ലുവന്റ് ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് ഫ്ലുവന്റ് ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. So fluency is all about your passion. If you're very much passionate about something, if you're very interested in this, and definitely you will you will be more doing that thing. So that is your fluency is completely based on your passion and interest. അതെ, പാഷനും ഇൻട്രസ്റ്റും വേണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി കഴിഞ്ഞ 4 വർഷമായിട്ട് ജർമ്മനിയിലെ ഒരു നഗരത്തിലാണ് താമസിക്കുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ എനിക്ക് 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പറയണ്ടേ. അപ്പോ വർക്ക് ഫ്രം ഹോം ആണ്, അങ്ങനെ കാര്യമായിട്ട് സോഷ്യലൈസേഷൻ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ അവിടെ വെച്ച് പുള്ളിയെ മീറ്റ് ചെയ്തായിരുന്നു. പുള്ളി ഇപ്പൊ നാട്ടിലുണ്ട്, കഴിഞ്ഞ 6 മാസമായിട്ട് ഫ്രഞ്ച് പഠിക്കാൻ വന്ന. ഫ്രഞ്ച് പഠിക്കാൻ വന്ന അവര് ഫ്രഞ്ച് ക്ലിയർ ചെയ്താലേ അവിടെ എന്തോ കിട്ടുള്ളൂ. ഇനിയിപ്പോ PR കിട്ടണല്ലോ. ജർമ്മനിയിലല്ലേ? ജർമ്മനിൽ ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി നാട്ടിൽ വന്ന അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും ചോദിക്കേ. അപ്പൊ ഇൻട്രസ്റ്റ് വേണം. എന്ത് നിങ്ങൾ പറഞ്ഞ സംഭവം, ഏത് ഭാഷ പഠിക്കണമെങ്കിലും. ഞാനൊരു അറബിക് ഒരു ഇസ്ലാമിക് സ്കൂളിലാണ് പഠിച്ചത്, 10th standard. Arabic എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് എനിക്കത് അത്ര സീരിയസ് ആയിട്ട് I was not interested in Arabic at all. The only 2 things what I know in Arabic, apart from reading and writing, I know reading and writing.
So, Kaifa Halzain Arabilla. I don't know anything to say more than these things because I was not interested in Arabic. കള്ളം പറയല്ലേ? അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം അറിയത്തില്ല. അതറിയത്തില്ലേ? Those things. എല്ലാ മലയാളിക്കും അറിയാത്ത കാര്യമല്ലേ അത്? എനിക്ക് മീനിങ്ങോട് കൂടിയിട്ട് വളരെയധികം പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് Kaifa Halzain Arabilla. Okay. So now I understood the importance of the language. So I'm trying to learn more languages apart from English. Yeah. ഏത് ഭാഷ, എന്തൊക്കെ ഭാഷ സംസാരിക്കും? No, I learned French during my college. Like I know to a little bit. Like apart from this, Hindi we all know, reading and writing. And then apart from this, Tamil I know. Yeah, Tamil. He's and fluent in Malayalam. Tamil. Yeah, I know reading and writing and Malayalam too. Okay. നിങ്ങളോ? So English എന്ന് പറയുന്നത് like we are keeping very close to our. നിങ്ങളൊക്കെയോ? I know Hindi. I speak Hindi well. പിന്നെ എനിക്ക് തമിഴ് കേട്ടാൽ മനസ്സിലാവും, കുറച്ചൊക്കെ പറയാനറിയാം. പിന്നെ ഇംഗ്ലീഷ് പറയാം. Fluent in Hindi. Yeah, I'm fluent. ഇത് ഇംഗ്ലീഷിന്റെ കാര്യം നമ്മുടെ ആ ഒരു ആക്സെന്റ് പറയുന്ന പോലെയാണ് മറ്റ് പല ലാംഗ്വേജും നമ്മൾ സംസാരിക്കും. ഇപ്പൊ നമ്മൾ ഹിന്ദി ആണെങ്കിൽ പോലും നമ്മൾ മലയാളി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മല്ലു ഹിന്ദി സ്ലാങ് വരും, അത് സംഭവം വരും. ഏതൊരു ഭാഷയാണെങ്കിലും അത് ആ ഭാഷയിൽ ആ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളെ സംസാരിക്കുന്ന രീതിയിലേക്കാക്കി സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് കുറച്ചൊക്കെ ഒരു ഫേക്കിംഗ് അല്ല, കുറച്ചൊക്കെ ഒരു ഇത് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി റഷ്യയിലാണ് പഠിച്ചത്, അടിപൊളിയായിട്ട് റഷ്യൻ സംസാരിക്കും. നേരെ മറിച്ച് എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, കസാഖിസ്ഥാനിലാണ് പഠിച്ചത്, പുള്ളി റഷ്യൻ സംസാരിക്കും. പക്ഷേ പുള്ളി റഷ്യൻ സംസാരിക്കുമ്പോഴത്തേക്കിനും ഒരു മലപ്പുറം സ്ലാങ് വരും. അത് നമുക്ക് ഫീൽ ചെയ്യും. അത് ഓരോ ആൾക്കാര് സംസാരിക്കുന്ന രീതിയാണല്ലോ, ഓരോ ലാംഗ്വേജ് സംസാരിക്കുന്ന രീതിയല്ലേ. So how did he learn അവര് റഷ്യയിലായിരുന്നു. കസാഖിസ്ഥാനിലുള്ള ആള് റഷ്യ പഠിച്ചു. അപ്പോ അവിടെ റഷ്യൻ സംസാരിക്കും ആൾക്കാര്. ലൈക്ക് ഇതൊക്കെ പഴയ സോവിയറ്റ് യൂണിയന്റെ രാജ്യങ്ങളാണല്ലോ, അവർക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ പല ആൾക്കാരും തമ്മിൽ. അപ്പൊ ഞാൻ ഈ ബാംഗ്ലൂര് ഫസ്റ്റ് ഡേ ഈ പറഞ്ഞ പോലെ ബബ്ബ അടിച്ച് നിന്ന് ഞാൻ അടുത്തൊരു 4-5 വർഷം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം എന്നൊക്കെയുള്ള ഭയങ്കര മോഹമൊക്കെ ആയി. ഫസ്റ്റ് ഇയറിൽ ചെന്ന് പെട്ടത് ഒരു 10 മലയാളി ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ. എന്റെ ഹോസ്റ്റൽ മേറ്റ്സ് എല്ലാവരും മലയാളി. ഞങ്ങൾ താമസിച്ച ഹോട്ടലില് മലയാളികളെല്ലാം കൂടെ ഒരു 3 റൂം അടുപ്പിച്ചടുപ്പിച്ച് താമസിക്കുന്ന ഫുൾ മലയാളി. ക്ലാസ്സിൽ പോകുമ്പോൾ മലയാളികളെല്ലാം കൂടെ ഒരുമിച്ചിരിക്കും. ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ മലയാളികള് വിദേശ രാജ്യത്ത് പോകുമ്പോഴും ചെയ്യുന്നത്. വിദേശ രാജ്യത്ത് പഠിക്കാൻ ഇപ്പൊ ഞാനൊരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയുടെ ബ്രാൻഡ് അംബാസഡർ. ഞാനിങ്ങനെ കുറെ കുട്ടികളായിട്ട് ഇങ്ങനെ പല സ്ഥലത്തും പോകുമ്പോൾ കാണുന്നതാണ്. നമ്മൾ മറ്റൊരു രാജ്യത്ത് അവരുടെ കൾച്ചറും അവരുടെ ലാംഗ്വേജും പഠിക്കാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ വേറെ രാജ്യത്ത് പഠിക്കാൻ പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് മലയാളി ഫുഡും കഴിച്ച് ചോറും കറി ഇങ്ങനെ കഴിച്ച് നമ്മൾ അവിടെ പോയിട്ട് മലയാളം മാത്രം സംസാരിച്ച് മലയാളികളുടെ കൂട്ടിൽ ഇങ്ങനെ ഇരിക്കും, ഇല്ലേ? അതൊരു പ്രശ്നമാണ്. ലൈക്ക് നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കട്ട് ഓഫ് ചെയ്യേണ്ടത്, അതെ, ഡെലിബറേറ്റ്ലി നമ്മൾ കട്ട് ഓഫ് ചെയ്യണം. അതെ, എങ്കിലും നമുക്ക് ആ ഒരു കൾച്ചറായിട്ട് ഒന്ന്. എന്നിട്ട് ഞാൻ കോളേജിൽ നിന്ന് പതുക്കെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് മാറി ഞാൻ ഗ്രാജുവലി എനിക്ക് 2 ഫ്രണ്ട്സിനെ ഞാൻ പിടിച്ചു. ഈ പുറത്തുള്ള കുറച്ച് 2 ഫ്രണ്ട്സിനെ കിട്ടും. അതിലൊരാള് രണ്ടുപേരും കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ഒരാൾ US ഷിഫ്റ്റ്, ഒരാൾ UK ഷിഫ്റ്റ്. ഒരാൾ പകലുണ്ടാവുള്ളൂ, ഒരാൾ രാത്രിയിലുണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ പുറത്തൊരു വീടെടുത്ത് താമസിച്ചു. അവസാനം എന്റെ ഇംഗ്ലീഷ് അത്യാവശ്യം ഇത് 2 കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു, കാരണം 2 സംസാരിക്കുന്ന 2 ഇംഗ്ലീഷ് അല്ലേ, ആക്സെന്റ് വ്യത്യാസം ഉണ്ടല്ലോ, 2 കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ആയിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ലൊരു ആക്സെന്റ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ കുറെ വർഷമായി, പിന്നെ ഇപ്പം ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നുള്ളൂ. അവരോട് നിൽക്കുമ്പോ ഞാൻ നിങ്ങളോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ആക്സെന്റ് എനിക്ക് കിട്ടും. ഇപ്പൊ നമ്മള് 10 മിനിറ്റ് തൃശ്ശൂർക്കാരനോട് സംസാരിച്ചാൽ എന്താടാ മോനെന്നാവില്ലേ നമ്മള്, ഇല്ലേ? ഇവൻ തന്നെ ചിലപ്പോ പറയും നമുക്ക് കഴിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സ്ലാങ് പറയും. അപ്പൊ ആ ഒരു ആക്സെന്റ് നമുക്ക് വരും. സ്ലാങ് അല്ല, സോറി, സ്ലാങ് എന്ന് പറയുന്നത് റോങ് വേർഡ് ആണ്. സ്ലാങ് എന്ന് പറയുന്നത് ബാഡ് തിങ്, റൈറ്റ്? ബാഡ് വേർഡ്സിനെ അല്ല സ്ലാങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ആക്സെന്റ് എനിക്ക് നിങ്ങളായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ ആക്സെന്റ് കിട്ടും എന്ന് പറയുന്ന പോലെയാണ് ഏതൊരു ലാംഗ്വേജും എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ചോദിക്കാൻ വേണ്ടി ഇതാ ചോദ്യം ചോദിക്കാം. നിങ്ങള് ഈ വാട്സപ്പിലൂടെ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താണല്ലോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? അല്ല, വാട്സപ്പ് മാത്രമല്ല, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്. ഞങ്ങളിപ്പോ ഓഫ്ലൈൻ തുടങ്ങിയിട്ടുണ്ട്. ഓഫ്ലൈനിൽ വന്ന് ഞങ്ങൾക്ക് ഇതുപോലെ പബ്ലിക് സ്പീക്കിംഗ്, ഇതുപോലെ എങ്ങനെയാണ് ഹൗ ടു പ്രസന്റ് യുവർ സെൽഫ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറെ സോഫ്റ്റ് സ്കില്ലുകളൊക്കെ നമ്മൾ അപ്പാർട്ട് ഫ്രം ടീച്ചിങ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്.
സോ ഞങ്ങളിപ്പോൾ വളരെ റീസെന്റ് ആയിട്ടാണ് പക്ഷെ കൂടുതൽ സ്റ്റുഡൻസ് വരുന്നത് ഇപ്പോഴും വാട്സാപ്പിലാണ്. പക്ഷെ വാട്സ്ആപ്പ് എന്ന് പറയുന്നത് ലിനിയർ അല്ല. വാട്സ്ആപ്പ് മാത്രമല്ല, വാട്സ്ആപ്പിൽ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. കോളിംഗ് ട്രെയിനേഴ്സ് വരുന്നുണ്ട്, ഓഡിയോ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വേറെ ട്രാൻസ്ലേഷൻസ് വരുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. മിക്സ് ആണ്. അപ്പൊ ഇത് ഒരാളാണോ ഒരാളെ ഡീൽ ചെയ്യുന്നത്? യെസ്, ഒരു ട്യൂട്ടർ ആണോ ഒരു ലേണറിനെ? അല്ല, ഒരാള് ജോയിൻ ചെയ്യുമ്പോൾ he'll be assigned with the 3 trainers. 3 ട്രെയിനേഴ്സ്. ഇത് പേഴ്സണൽ തന്നെയാണ്, അത് പേഴ്സണലൈസ്ഡ് ആണ് സാധനം. ഓക്കെ, ഇത് 2 പേഴ്സണൽ ആകുമ്പോഴത്തേക്കിനും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇല്ല, ട്രെയിനറിനെ വളയ്ക്കാൻ ശ്രമിക്കാറുണ്ടോ? അതാണ് ചോദ്യം. അവർ തമ്മിൽ അന്തർധാര സജീവമാകാറുണ്ടോ? പൈങ്കിളി വരാറുണ്ടോ? We handle it professionally. Our tutors are very professional, but we do get messages like that. Do you have some Even I get tracking system messages for like that? that. Yeah, we track. ഓക്കെ, Yeah. അങ്ങനെയൊക്കെ We have വരില്ലേ? ഇപ്പൊ separate നിരന്തരം trainers ഇപ്പൊ for ഒരാളോട് സംസാരിച്ച് വരുമ്പോഴത്തേക്കിനും അതും എന്നും ഭയങ്കര കെയറിങ്, എന്നും രാവിലെ ഗുഡ് മോർണിംഗ് വരും, ഭക്ഷണം കഴിച്ചോ, അത് കഴിച്ചോ, ഇത് കഴിച്ചോ, നമ്മുടെ അല്ലേ? college trainers experience പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര കെയറിങ്. എന്റെ ഭാര്യ പോലും എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കാറില്ല. സോ ഞാനൊരു അല്ല, ഇതിന് ഉത്തരം വന്നില്ല. We handle it professionally. We know how to handle the people, and all our trainers are trained in profession. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ വരുന്ന ആൾക്കാരില് ഏതൊക്കെ ഏജ് കാറ്റഗറിയിലുണ്ട്? അതായത് നല്ല മുതിർന്നവരുണ്ടോ? Yes. We have Like, you know, ഒരു ഏജ് കാറ്റഗറി ഉണ്ടാവുമല്ലോ. We don't have age categories. We have levels. ബിഗിനേഴ്സ് എന്ന് പറഞ്ഞ ലെവൽ ഉണ്ടെങ്കിൽ ആ ലെവലിലുള്ള എല്ലാ ഏജിലുള്ളവരും ആ ബാച്ചിൽ ഉണ്ടാവും. 6 വയസ്സ് മുതൽ ഏകദേശം ഒരു 70 ഏജ് വരെ ഉള്ളവരുണ്ട്. ഞങ്ങൾ ഓഫ്ലൈൻ ഞങ്ങൾ സോ യു പ്രൊവൈഡ് ഫോർ സ്റ്റുഡൻസ് ഓൾസോ? ഇംഗ്ലീഷ് ജൂനിയർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അപ്പൊ അതെങ്ങനെ, എന്ത് മീഡിയം വെച്ച് നിങ്ങൾ പഠിപ്പിക്കും? ഇംഗ്ലീഷ് അല്ല, വിച്ച് മീഡിയം? ലൈക്ക് വാട്സ്ആപ്പ് ഓർ ഗൂഗിൾ മീറ്റ് ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വി ഹാവ് ആപ്പ്, ഇംഗ്ലീഷ് ഹൗസ് ജൂനിയർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആപ്പ് ഉണ്ട്. ആപ്പ് ഉണ്ട്. Yeah. ഓക്കെ, വളരെ കളർഫുൾ ആയിട്ട് create ഇതെല്ലാം ലൈവ് ആണ്, റെക്കോർഡഡ് അല്ല, ആ. ലൈവ് ആക്ടിവിറ്റീസ് ആണ് എല്ലാം വരുന്നത്. ഓക്കെ. വാട്സാപ്പ് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, if you are not able to come for the live classes, if you are not able to come for the offline classes, Okay. yes, WhatsApp classes more convenient to you. So many people are like a job like calls and അവർക്ക് ചിലപ്പോൾ വരാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ വാട്സാപ്പ് ക്ലാസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. If you are not able to attend the classes, still you can utilize the speaking activity that every day happens by the time. സോ നിങ്ങളിപ്പോൾ ഇതിന്റെ ഒരു ഫ്യൂച്ചർ കാണുന്നത് എന്താണ്? ഇപ്പോൾ ടെക്നോളജി ഈസ് ഗെറ്റിംഗ് അഡ്വാൻസ്ഡ് അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് തീർച്ചയായിട്ടും ഞങ്ങളുടെ കോഴ്സ് അഡ്വാൻസ് ചെയ്യാം. അപ്പോൾ AI ആയിട്ട് ബ്ലെൻഡ് ചെയ്യാവുന്ന സാധ്യതകൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷൻ തീർച്ചയായിട്ടും വിൽ ബി ലോഞ്ചിങ് ഇറ്റ് വെരി സൂൺ. നിങ്ങൾ അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രമാണ് പഠിക്കുന്നത്, അല്ലാതെ ഈ IELTS അതുകൊണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. We have IELTS and OET. Yeah. അപ്പൊ ഇതൊക്കെ ഈ വാട്സാപ്പിൽ കൂടെ പഠിക്കാൻ പറ്റുമല്ലോ? We have other mediums. We are teaching through the Google. അത് ശരി. ഓക്കെ. വാട്സാപ്പ് തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന മീഡിയം ഞങ്ങൾ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നത് ഫോർ സെൻഡിങ് ദ മെറ്റീരിയൽസ് ആൻഡ് എവരിതിങ് ബിക്കോസ് ഇറ്റ്സ് വെരി കൺവീനിയന്റ് ടു അവർ സ്റ്റുഡൻസ്. അതുകൊണ്ട് ഞങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. കുറെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ഡൗട്ട് എന്തായിരുന്നു മനസ്സിലായല്ലോ. അല്ല, ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോ കാണുന്ന ഒരു സംഭവമായിരുന്നു. അതായത് AI ബോട്ട്സ്. കണ്ടോ? ഞാൻ മേളിലായിട്ടൊരു സാധനമുണ്ട്, നീ ഉണ്ടോ ശേതാന്ന്? സജഷൻ വരെ വരും അതിനകത്ത്, അതായത് സെക്സ് ചാറ്റ് ചെയ്യുന്നതിന് വേണ്ടി AI ബോട്ട്സ്, അങ്ങനെ എന്തൊരു സംഭവം ഞാൻ എവിടെയോ കണ്ടായിരുന്നു. അത് എവിടെയായിരുന്നു? ട്രൈ ചെയ്തു. ഞാൻ ട്രൈ ചെയ്തില്ല. ഇത് കണ്ടോ, ഇത് കണ്ടോ? തെറി പറയുന്ന AI, മോക്കിഫൈ പ്രോഡക്റ്റ് മോക്കപ്പ് മേക്കർ, പിന്നെ CEO എക്സ് ബോയ് ഫ്രണ്ട്, ഉപേന്ദ്രകുമാർ ദുബൈ, പിന്നെ കുറെ ഇതൊക്കെ AI ആൾക്കാരാണ്. കണ്ടില്ലേ? എക്കോമി, ലിസമോൾ, പിന്നെ ഇമേജ് ജനറേറ്റർ, ഇംഗ്ലീഷ് ടീച്ചർ ലേൺ ഇംഗ്ലീഷ് വിത്ത് എ ഫ്രണ്ട്, 1.4 മില്യൺ മെസ്സേജസ്. അതായത് നമുക്ക് ഇവർക്ക് മെസ്സേജ് അയക്കാം, നിങ്ങൾ പറഞ്ഞ പോലെ സംഭവമായിരിക്കാം. അതായത് ഞാൻ പറഞ്ഞു വന്നത്, വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോ നമുക്ക് ആരോട് സംസാരിക്കാൻ തോന്നുമല്ലോ, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ശരിയാണ്. ഞങ്ങളൊന്ന് തീർത്തോട്ടെ. ഓക്കെ, അപ്പോ ഹീസ് ഓൾസോ ഗെറ്റിംഗ് ബോർഡ് ആണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മളെ സഹിച്ച് അവനെ അവിടെ അത്ര നേരം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ ഹീ പ്ലേഡ് ദെയർ. ഇപ്പോ ഇവിടെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് എങ്ങനെയും ഒന്ന് നിർത്തിയിട്ട് പോകാൻ വേണ്ടിയാണ്. എന്നാലും ഭയങ്കര രസകരമായിരുന്നു. 2019 ശേഷം ഇപ്പൊ ഒരു 6 വർഷത്തിന് ശേഷം
വീണ്ടും നിങ്ങളുടെ ഓഫീസിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ധാരാളം സ്ഥാപനങ്ങൾ പുതിയതായിട്ട് ആരംഭിക്കുന്നു, 1-2 വർഷം കഴിയുമ്പോൾ പൂട്ടിപ്പോകുന്നു അല്ലേ? അപ്പോ അങ്ങനെയൊന്നും പൂട്ടിപ്പോവാതെ പുതിയ പുതിയ മേഖലകൾ കണ്ട് എക്സ്പാൻഡ് ചെയ്ത്, അന്നൊന്നും IELTS ഒന്നുമില്ല അല്ലേ? എന്തിനാ ഈ ജൂനിയർ ഇല്ലായിരുന്നു. Now we have started this one, German and Spanish. സത്യം പറഞ്ഞാൽ ഒരിടയ്ക്ക് കൂണുപോലെ പൊങ്ങി വന്ന വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സ്ഥാപനങ്ങൾ വന്നത് കണ്ടപ്പോ ഞാനും ഒരു സമയത്ത് വിചാരിച്ചിരുന്നു കോവിഡിന്റെ കാലം കഴിഞ്ഞ്, അല്ല സ്കാം എന്ന് വിചാരിച്ചില്ല, കോവിഡിന്റെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ നിൽക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും നിന്നില്ല. അതൊക്കെ ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് കാണുമ്പോഴത്തേക്കിനും സന്തോഷമുണ്ട് അല്ലേ? എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ എന്താ പറയാ ബീയിങ് എ പാർട്ട് ഓഫ് ചാറ്റ് വിത്ത് ഭക്തൻ. It was a wonderful chat with you guys. Yeah, thank you. Thank you. Thank you. So, Bye. yeah.